We cannot have situation where you direct President of India. And on what basis? The only right you have under the Constitution is to interpret the Constitution under Article 145(3). President of India is a very elevated position. President takes oath to preserve, protect and defend the Constitution. This oath is taken only by President and her appointees, the governors. Everyone, the Prime Minister, the Vice President, the ministers, the parliamentarians, the judges, they take oaths to abide by the Constitution. But to defend the Constitution, to preserve the Constitution, to protect the Constitution, that is the oath of the President of India. നമസ്തേ. രാഷ്ട്രപതിക്ക് നിർദ്ദേശം നൽകാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ലെന്നും കോടതി സൂപ്പർ പാർലമെൻ്റ് അല്ലെന്നും ഉപരാഷ്ട്രപതി ശ്രീ ജഗദീപ് ധൻഖർ. നിയമം ബാധകമല്ലാത്ത ഒരു വിഭാഗം ഇവിടെയുണ്ടോ? സാധാരണക്കാരുടെ വീട്ടിലാണെങ്കിൽ റോക്കറ്റ് വേഗത്തിൽ നടപടിയുണ്ടായേനെ. ജഡ്ജിയുടെ കാര്യത്തിൽ കാളവണ്ടിയുടെ വേഗത പോലുമില്ല. ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ കത്തിക്കരിഞ്ഞ നിലയിൽ നോട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ഇതുവരെയായും കേസെടുക്കാത്തതിനെ പരാമർശിച്ചായിരുന്നു ഉപരാഷ്ട്രപതിയുടെ ഈ അഭിപ്രായ പ്രകടനം. ഭരണഘടനയിലെ 142 വകുപ്പ് ജനാധിപത്യത്തിന് നേരെ പ്രയോഗിക്കാവുന്ന ആണവ മിസൈലാണെന്നും ശ്രീ ജഗദീപ് ധൻഖർ. സൂപ്പർ പാർലമെൻറ്റോ സുപ്രീം കോടതി? ഈ വിഷയമാണിന്ന് ജനം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് അഡ്വക്കേറ്റ് ടി ആസഫ് അലി, കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണായ്, BJP വക്താവ് അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. അഡ്വക്കേറ്റ് ആസഫ് അലി, സുപ്രീം കോടതി രാഷ്ട്രപതിയോട് ഉത്തരവിടുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ആർട്ടിക്കിൾ 142 ആണവ മിസൈൽ. സുപ്രീം കോടതിയുടെ അതിര് കടന്ന അമിതാധികാര പ്രയോഗത്തിനെതിരെ ഉപരാഷ്ട്രപതി ശ്രീ ജഗദീപ് ധൻഖർ നടത്തിയ പരാമർശങ്ങളോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഉപരാഷ്ട്രപതിയുടെ പദവിയിലിരിക്കുന്ന ഒരു ഉന്നത സ്ഥാനി എൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്ത ചില വിമർശനങ്ങളാണ് ഇന്ന് ഉപരാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്താണ് ഉപരാഷ്ട്രപതി സുപ്രീം കോടതിയെ അത്ര കടുത്ത ഭാഷയിൽ വിമർശിക്കാൻ ഇടയായത്? ശരിയാണ്, രാഷ്ട്രപതി പ്രധാനമന്ത്രിയെയൊന്നും അങ്ങനെ നിർദ്ദേശിക്കാൻ പാടില്ല എന്ന് സാധാരണഗതിയിൽ പറഞ്ഞാൽ ശരിയാണ്. ഒരു വിധിന്യായത്തിൽ കൂടി സുപ്രീം കോടതി രാഷ്ട്രപതിയും ഗവർണർമാരും ബില്ലുകൾ വെച്ച് പാർപ്പിക്കുന്ന നടപടിയെ അതിനെ ഒരു നിർദ്ദേശം നൽകി എന്ന് ഞാൻ പറയുന്നില്ല. ഭരണഘടനയിലെ ഒരു വകുപ്പിൻ്റെ ഒരു ചെറിയൊരു വ്യാഖ്യാനവുമല്ല, ഒരർത്ഥം, അത് ഭാഷാപരമായ ഒരർത്ഥമാണെന്നാണ് ഞാൻ പറയുകയുള്ളൂ. അല്ലാതെ അതൊരു നിർദ്ദേശം നൽകിയതായി വ്യാഖ്യാനിക്കാൻ പാടില്ല. ജസ്റ്റ് ഇമാജിൻ, നമ്മുടെ രാഷ്ട്രപതിയും ഗവർണർമാരും ചില നിയമസഭകൾ പിരിച്ചുവിട്ട നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗവർണർമാരുടെ ഉപദേശമനുസരിച്ച് രാഷ്ട്രപതി നിരവധി നിയമസഭകൾ പിരിച്ചുവിട്ടിട്ടുണ്ട്. ആ നടപടിയെ സുപ്രീം കോടതി അസാധുവാക്കിയിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രപതിയുടെ നടപടിയെ സുപ്രീം കോടതി അസാധുവാക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? സുപ്രീം കോടതി എന്താണ് ചെയ്തത്? ആർട്ടിക്കിൾ 111 111 വകുപ്പിലെ ഒരു ഇംഗ്ലീഷ് ഭാഷയിലെ ഒരു പദം, അതിന് ഒരു അർത്ഥം നൽകുക. ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ സുപ്രീം കോടതി നൽകിയ അർത്ഥവ്യാഖ്യാനങ്ങൾ പോലും കുറഞ്ഞുപോയി എന്നുള്ളതാണ്. ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞാൽ അത് 3 മാസമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഒരു ബില്ല് പാർലമെന്റ് പാസ്സാക്കി രാഷ്ട്രപതിക്ക് അനുമതിക്ക് അയക്കുന്നു. രാഷ്ട്രപതി ആ ബില്ലിൽ ചില നിർദ്ദേശങ്ങൾ പറഞ്ഞ് വീണ്ടും പാർലമെന്റിലേക്ക് അയക്കുന്നു. നമ്മൾ ഊഹിക്കുകയാണ്,
പാർലമെന്റ് അത് അതേമാതിരി പാസാക്കി വീണ്ടും രാഷ്ട്രപതിക്ക് അയക്കുന്നു. ഭരണഘടനയിലെ 111 ഉപവകുപ്പ് പറയുന്നത് എന്താണ്? ദ പ്രസിഡന്റ് ഷാൾ നോട്ട് വിത്ത് ഹോൾഡ് എന്നാണ്. പ്രസിഡന്റ് ഷാൾ നോട്ട് വിത്ത് ഹോൾഡ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ രാഷ്ട്രപതി ആ സെൻസിൽ അത് എടുക്കുന്നില്ല എന്ന് പറയുകയും ജനങ്ങൾ തെരഞ്ഞെടുത്ത പാർലമെന്റും ജനങ്ങൾ തെരഞ്ഞെടുത്ത നിയമസഭയും പാസാക്കിയ ബില്ലുകൾ നമ്മൾ പരിശോധിക്കൂ. തമിഴ്നാട്ടിലെ 11 ബില്ലുകളാണ് തമിഴ്നാട് ഗവർണർ പിടിച്ചു വെച്ചത്. തമിഴ്നാട് ഗവർണർ പിടിച്ചു വെച്ച 2 ബില്ലുകൾ 4 കൊല്ലവും 2 മാസവും വെച്ച് പാർപ്പിക്കുകയാണ്. ഭരണഘടനയിൽ പറയുന്നു ആസ് സൂൺ ആസ് പോസിബിൾ, കഴിയുന്നതും വേഗത്തിൽ. നമ്മൾ പല ഡിക്ഷണറികളും നോക്കൂ, അതിൻ്റെ അർത്ഥം എന്താണ്? ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ 3 മാസവുമല്ല, കഴിയുന്നതും വേഗത്തിൽ എന്ന് പറഞ്ഞാൽ അത് ഒരാഴ്ച കൊണ്ട് അല്ലെ 3 ദിവസം കൊണ്ട് ഒപ്പിട്ട് കൊടുക്കണമെന്നാണ്. അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞതിനെ അത്ര ശക്തമായ ഭാഷയിൽ ഉപരാഷ്ട്രപതി വിമർശിക്കാൻ പാടില്ലാത്തതാണ്. എന്നാൽ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭരണഘടനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊവിഷൻ സുപ്രീം കോടതിയുടെ ഒരു വിധിന്യായത്തിൽ കൂടി മാറ്റിമറച്ചു. നമ്മളെല്ലാം ഇന്നത് പിന്തുടരുന്നു. ഏതാണെന്നറിയോ? അത് നമ്മളെ ഭരണഘടനയിൽ എഴുതിയതല്ല നമ്മൾ പിന്തുടരുന്നത്. നമ്മൾ പിന്തുടരുന്നത് അമേരിക്കൻ ഭരണഘടനയാണ്. സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ കൂടി സുപ്രസിദ്ധമായ AK ഗോപാലന്റെ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു, ഏതൊരു വ്യക്തിയുടെയും വ്യക്തി സ്വാതന്ത്ര്യവും ജീവനും നിയമം വഴി സ്ഥാപിക്കപ്പെട്ട നടപടിക്രമത്തിൽ കൂടി മാത്രമേ നിഷേധിക്കാൻ പാടുള്ളൂ. അന്ന് ബാരിസ്റ്റർ MK നമ്പ്യാർ സുപ്രീം കോടതിയുടെ മുമ്പിൽ വാദിച്ചു, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ അല്ല, നിയമം വഴി സ്ഥാപിക്കപ്പെട്ട നടപടിക്രമമല്ല ശരിക്ക് പാലിക്കേണ്ടത്. അമേരിക്കൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന നിയമാനുസൃതമായ നടപടിക്രമമാണ്. അന്ന് 2 ജഡ്ജിമാർ MK നമ്പ്യാരുടെ വാദത്തെ ശരിവെച്ചു. പക്ഷേ ഭൂരിപക്ഷ ജഡ്ജിമാർ ആ വാദത്തെ ശരിവെച്ചില്ല. അവരെന്ന് പറഞ്ഞത്, നമ്മുടെ ഭരണഘടന നിർമ്മാണ സമയത്ത് ഭരണഘടനയുടെ ഫണ്ടമെന്റൽ റൈറ്റ് കമ്മിറ്റി ചെയർമാൻ BN റാവു അമേരിക്കയിൽ പര്യടനം നടത്തിയിരുന്നു. BN റാവു അമേരിക്കയിലെ സെനറ്റ് മെമ്പർമാരോടും സുപ്രീം കോടതി ജഡ്ജിമാരോടുമായി കൺസൾട്ടേഷൻ നടത്തി. അവർ പറഞ്ഞു, നിങ്ങൾ ഏതാണ് നമ്മളെ ഭരണഘടനയ്ക്ക് സ്വീകാര്യം? പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആണോ, ഡ്യൂ പ്രോസസ് ഓഫ് ലോ ആണോ? നിയമാനുസൃതമായ നടപടിക്രമത്തിൽ കൂടി അമേരിക്കൻ ഭരണഘടനയിൽ പറയുന്നു, നോ പേഴ്സൺ ഷാൾ ബി ഡിപ്രൈവ്ഡ് ഓഫ് ലൈഫ്, ലിബർട്ടി ഓർ പ്രോപ്പർട്ടി എക്സെപ്റ്റ് ദി ഡ്യൂ പ്രോസസ് ഓഫ് ലോ. നിയമാനുസൃതമായ നടപടിക്രമത്തിൽ കൂടി മാത്രമേ മനുഷ്യ ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും വസ്തുവും ഇല്ലായ്മ ചെയ്യാൻ പറ്റുള്ളൂ. അന്ന് AK ഗോപാലന്റെ കേസ് തള്ളിയത് ആ ഒറ്റ കാരണത്താലാണ്. പക്ഷേ 28 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ മനേകാ ഗാന്ധി കേസിൽ സുപ്രീം കോടതി പറഞ്ഞു, എന്താണ്? പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ അല്ല, നിയമാനുസൃതമായ നടപടിക്രമത്തിൽ കൂടി, അതായത് അസംബ്ലിയോ പാർലമെന്റോ പാസ്സാക്കുന്ന ഒരു നിയമവ്യവസ്ഥയിൽ കൂടി മാത്രമേ ഏതൊരു വ്യക്തിയുടെയും ജീവനോ മനുഷ്യജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ ഇല്ലായ്മ ചെയ്യാൻ പാടുള്ളൂ. അത് അസംബ്ലി പാസ്സാക്കിയാൽ അങ്ങനെ നിഷേധിക്കാൻ പാടില്ല. മനേകാ ഗാന്ധി കേസിൽ പറഞ്ഞു, അങ്ങനെയല്ല, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ശരിയല്ല, അത് നിയമാനുസൃതമായ നടപടിക്രമമാണ്. നമ്മൾ ഇന്നും പിന്തുടരുന്നത് ഡ്യൂ പ്രോസസ് ഓഫ് ലോ ആണ്. നമുക്ക് പറയാൻ പറ്റുമോ? സുപ്രീം കോടതി ഭരണഘടനയുടെ സ്വഭാവം തന്നെ മാറ്റിക്കളഞ്ഞു. നമ്മൾ ഇന്ത്യൻ ഭരണഘടനയല്ല, നമ്മൾ സുപ്രീം കോടതിയുടെ മനേകാ ഗാന്ധിക്ക് ശേഷം ഇന്നും നമ്മൾ പിന്തുടരുന്നത് എന്താണ്? അന്ന് പൽക്കിവാല ഇതേമാതിരി ചോദ്യം കേശവാനന്ദ ഭാരതി കേസിൽ ചോദിച്ചു. ഒരു ഭരണകക്ഷിക്ക് വമ്പിച്ച ഭൂരിപക്ഷമുണ്ട്, ആ അസംബ്ലിയോ പാർലമെന്റോ പാസ്സാക്കിയ നിയമം വഴി ഒരു വ്യക്തിയുടെയോ വ്യക്തി സ്വാതന്ത്ര്യമോ മനുഷ്യജീവനോ ഇല്ലായ്മ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പാർലമെന്റിൽ ഒരു നിയമം പാസ്സാക്കുന്നു. ഇവിടുത്തെ പ്രതിപക്ഷങ്ങളിലെല്ലാം ഒരു 10 കൊല്ലം ജയിലിൽ പാർപ്പിക്കണമെന്ന് പാർലമെന്റ് പാസ്സാക്കിയ നിയമമല്ലേ? സ്വാഭാവികമായി അതല്ലേ ശരി? അപ്പോ ഒരു ദ്വിവേദി എന്ന് പറഞ്ഞൊരു ജഡ്ജി ചോദിച്ചു, ഡു യു തിങ്ക് മിസ്റ്റർ പൽക്കിവാലെ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ആർ ഇൻസൈൻ?
നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പാർലമെന്റ് മെമ്പർമാരെല്ലാം മാനസിക വിഭ്രാന്തിയുള്ള ഭ്രാന്തന്മാരാണെന്ന്? പൽക്കിവാല അന്ന് പറഞ്ഞൊരു മറുപടിയുണ്ട്, സുപ്രസിദ്ധമായ മറുപടി. ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഏറ്റവും പ്രസക്തമാണത്. പൽക്കിവാല പറഞ്ഞു, ടെസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി ഈസ് നോട്ട് വാട്ട് a sane parliament may probably do, but an insane parliament can possibly do. ടെസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി എന്ന് പറഞ്ഞാൽ അവിവേകമുള്ള പാർലമെന്റ് ചെയ്യാൻ കഴിയുന്നതാണ്, അല്ലാതെ വിവേകമുള്ള പാർലമെന്റ് ചെയ്യാൻ സാധ്യതയുള്ളതല്ല. മനേകാ ഗാന്ധി കേസ് വന്നപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? പാർലമെന്റിന് ഭൂരിപക്ഷമുണ്ടെങ്കിൽ പോലും ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് ഒരു നിയമം ഉണ്ടാക്കാൻ പാടില്ല. അപ്പൊ പാർലമെന്റിന്റെ സുപ്രീമസിയെ ബാധിക്കുന്ന പരമപ്രധാനമായ ഒരു വിധിന്യായം ഇന്ത്യയുടെ സുപ്രീം കോടതി പാസാക്കിയത് ഭരണഘടനയുടെ സ്വഭാവത്തെ തന്നെ മാറ്റി. എന്തേ ഉപരാഷ്ട്രപതി ആ വിധിന്യായത്തെ കുറിച്ച് ഇപ്പോൾ ഒരു ചർച്ച റീഓപ്പൺ ചെയ്യാത്തത്? സുപ്രീം കോടതിയുടെ പരമാധികാരം പറഞ്ഞല്ലേ 142 കംപ്ലീറ്റ് പരിപൂർണമായ നീതി നടപ്പിലാക്കാൻ സുപ്രീം കോടതിക്കുള്ള വിവേചനാധികാരമാണ് 142. ഈ 142 ഉപയോഗിച്ചിട്ടാണ് മനേകാ ഗാന്ധി കേസിൽ വിധി പറയുന്നത്. എന്തേ നമ്മുടെ ഉപരാഷ്ട്രപതി പറയാത്തത്? ഇന്ത്യൻ ഭരണഘടന ഇന്ത്യക്കാരുണ്ടാക്കിയതാണ്. ആ ഭരണഘടനയുടെ ക്യാരക്ടർ മാറ്റിയത് സുപ്രീം കോടതി. അമേരിക്കൻ ഭരണഘടനയുടെ സ്വഭാവമാണ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ ഇതിൽ പ്ലാൻ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. പറയാൻ പാടുണ്ടോ? അങ്ങനെ പറയാൻ പാടുണ്ടോ? നമ്മുടെ സുപ്രീം കോടതിയും ഹൈക്കോടതികളുടെയും പരമാധികാരങ്ങൾ ജുഡീഷ്യൽ റിവ്യൂ, അത് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറാണ്. അപ്പോൾ പറയൂ, അടിയന്തരാവസ്ഥ കാലത്ത് നമ്മൾക്ക് ഓർമ്മയുണ്ട്, അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന 39ാം ഭരണഘടനാ ഭേദഗതി അന്നത്തെ സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ച കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. എല്ലാവരും പറയും അടിയന്തരാവസ്ഥ കാലത്ത് കേന്ദ്ര ഗവൺമെന്റിനെ സുപ്രീം കോടതി ഭയന്നു, സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിൽ മുട്ടുകുത്തി എന്നൊക്കെ പറയും. പക്ഷേ അന്നാണ് സുപ്രീം കോടതി, അത് ഇന്ദിരാഗാന്ധി കൊടുത്ത ഒരു തെരഞ്ഞെടുപ്പ് അപ്പീലിലാണ് 39ാം ഭരണഘടനാ ഭേദഗതി. എന്താണ് 39ാം ഭരണഘടനാ ഭേദഗതി? പ്രധാനമന്ത്രിയുടെയും സ്പീക്കറുടെയും തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള വ്യവസ്ഥയായിരുന്നു. സുപ്രീം കോടതി അങ്ങനെ ഭയന്നുകൊണ്ട് വിധി പറയുന്നവരാണെങ്കിൽ സ്വാഭാവികമായി അടിയന്തരാവസ്ഥ കാലത്ത് ഭരണകൂടത്തെ ഭയപ്പെടുന്നവരാണ് സുപ്രീം കോടതി എങ്കിൽ 39ാം ഭരണഘടനാ ഭേദഗതി അസാധുവാക്കാൻ പാടുണ്ടോ? ഞാൻ എന്തിനാണ് അധികം പറയുന്നു? 99ാം ഭരണഘടനാ ഭേദഗതി നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ അത് പാസാക്കിയത് എങ്ങനെയാണ്? ഭരണകക്ഷി കോൺഗ്രസ്, BJP, ഇടതുപക്ഷം, ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും ആ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. ഇന്ത്യയിലെ പകുതി നിയമസഭകൾ അതിനനുകൂലിച്ച് വോട്ട് ചെയ്ത് അത് ശരിവെച്ചാൽ മതി ഭരണഘടന പ്രകാരം. പക്ഷെ ഇന്ത്യയിലെ 20 നിയമസഭകൾ അത് ശരിവെച്ചു. സുപ്രീം കോടതി ആ 99ാം ഭരണഘടനാ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ചല്ലോ. എന്തേ നമ്മുടെ ഉപരാഷ്ട്രപതി അന്ന് പറയാതിരുന്നത്? ഈ സുപ്രീം കോടതിയുടെ 142 ഒരു സൂപ്പർ പാർലമെന്റ് ആണ്. മറ്റ് അതിഥികളിലേക്ക് കൂടി പോയേണ്ടിയിരിക്കുന്നു. ഞാൻ താങ്കളിലേക്ക് വരാം. അവരുടെ അഭിപ്രായം കൂടി നമുക്ക് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അറിയേണ്ടതുണ്ട്. യെസ്, അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, സമയബന്ധിതമായി തീരുമാനമെടുക്കാൻ ബില്ലുകളിൽ രാഷ്ട്രപതിയോട് സുപ്രീം കോടതി ആവശ്യപ്പെടുന്നു, ഇല്ലെങ്കിൽ അത് നിയമമായി മാറുന്നു. നമ്മൾ കണ്ടു തമിഴ്നാട് അസംബ്ലിയിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അതിനാൽ നിയമനിർമ്മാണം നടത്തുന്ന എക്സിക്യൂട്ടീവ് പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന സൂപ്പർ പാർലമെൻറ്റായി പ്രവർത്തിക്കുന്ന ജഡ്ജിമാർ നമുക്കുണ്ട്. അവർക്ക് രാജ്യത്തിൻ്റെ നിയമം ബാധകമല്ല. അതിനാൽ തന്നെ അവർക്ക് ആരോടും ഉത്തരവാദിത്തമില്ല. ആർട്ടിക്കിൾ 145(3) പ്രകാരം ഭരണഘടന വ്യാഖ്യാനിക്കുക എന്നതാണ് സുപ്രീം കോടതിക്കുള്ള അവകാശം. അത് 5 അതിലധികമോ ജഡ്ജിമാരുള്ള ബെഞ്ചായിരിക്കണം. ഉപരാഷ്ട്രപതി ഇവിടെ എടുത്ത് പറയുന്നത് ആർട്ടിക്കിൾ 142 ഇപ്പോൾ ജുഡീഷ്യറിക്ക് ലഭിച്ച ആണവ മിസൈലായി മാറിയിരിക്കുന്നു. ഉപരാഷ്ട്രപതിയുടെ പരാമർശങ്ങൾ സതുദ്ദേശപരം തന്നെയല്ലേ അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ? അല്ല, ഈ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ അവരുടെ അധികാരം ലംഘിച്ചു മുന്നോട്ട് പോയാൽ
എല്ലാ സ്ഥാപനങ്ങൾക്കും ഒരു ലക്ഷ്മണ രേഖയുണ്ട്. ആ ലക്ഷ്മണ രേഖ ലംഘിച്ചു മുന്നോട്ട് പോയാൽ എന്താണോ സീതാദേവിക്ക് സംഭവിച്ചത് അത് ഈ സ്ഥാപനത്തിനും സംഭവിക്കും. ഇവിടെ പ്രശ്നം എന്താണ്? ഭരണഘടനയിൽ ഒരു ലാക്വിനുണ്ട്. ആർട്ടിക്കിൾ 200 പറയുന്നു, ഒരു ബില്ല് സംസ്ഥാന നിയമസഭ പാസ്സാക്കി ഗവർണർക്ക് അയച്ചു കൊടുത്താൽ ഗവർണർ ആസ് സൂൺ ആസ് പോസിബിൾ ഒന്നുകിൽ അതിൽ ഒപ്പിടാം, അല്ലെങ്കിൽ മടക്കി അയക്കാം, അതല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹം ആ ആസ് സൂൺ ആസ് പോസിബിളിനുള്ളിൽ ചെയ്യണം. അതല്ല, അദ്ദേഹം അത് രാഷ്ട്രപതിക്ക് അയക്കുന്നില്ല, ഒപ്പിടുന്നുമില്ല, അത് തിരിച്ചയക്കുകയാണെങ്കിൽ ഒരിക്കൽ കൂടി കൺസിഡർ ചെയ്ത് നിയമസഭ വീണ്ടും അത് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം അത് ഒപ്പിട്ടേ പറ്റൂ. ഇതാണ് പറയുന്നത്. ഇവിടെ എന്താ പറ്റിയത്? അദ്ദേഹത്തിന് അയച്ചു കൊടുത്ത ബില്ല്, അദ്ദേഹം ഏതാനും ബില്ലുകൾ അത് ഒപ്പിട്ടതുമില്ല, തിരിച്ചയച്ചതുമില്ല, രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്തതുമില്ല. അദ്ദേഹം നിയമസഭയ്ക്ക് അയച്ചു കൊടുക്കുന്നു, നിയമസഭ വീണ്ടും പാസ്സാക്കുന്നു, വീണ്ടും പാസ്സാക്കിയതിന് ശേഷം അദ്ദേഹം പ്രസിഡന്റിന് അയക്കുന്നു. അത് തെറ്റാണ്, അതിലൊരു സംശയമില്ല, അവിടെ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണ്? അദ്ദേഹത്തിൻ്റെ നടപടിക്രമത്തെ മാത്രമല്ല ഇവർ വിലയിരുത്താൻ പോയത്, ഇവർക്ക് പറ്റിയ തെറ്റതാണ്. എവിടെയാണ് തമിഴ്നാട് കേസിൽ സുപ്രീം കോടതിക്ക് തെറ്റ് പറ്റിയെന്ന് ചോദിച്ചാൽ, തമിഴ്നാട് ഗവർണർ ചെയ്തത് തെറ്റോ ശരിയോ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട വിധി അവർക്കില്ലാത്ത അധികാരങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അവർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു, അധികാരമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. അവർ പറഞ്ഞു ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞ് അയച്ചു കൊടുത്താൽ 3 മാസത്തിനുള്ളിൽ തീരുമാനം എടുക്കണമെന്ന്. അത് പറയാൻ 2 അംഗ ബെഞ്ചിന് അധികാരമില്ല. ഭരണഘടനയിൽ വ്യക്തമാക്കപ്പെടാത്തൊരു കാലഘട്ടം, ഒരു കാലപരിധി, അത് ഇത്രയാണ് എന്ന് പറയാൻ ഒരു ഭരണഘടനാ ബെഞ്ചിന് അധികാരമില്ല. ഈ 2 അംഗ ബെഞ്ച് എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഒരു നിയമനിർമ്മാണം ആവശ്യമാണ് എന്ന് പറയാം. ഇവിടെ പാർലമെന്റ് ഭരണഘടനയെ ഭേദഗതി ചെയ്ത് ഒരു ഗവർണർക്ക് ഒരു ബില്ല് ആദ്യം അയച്ചു കൊടുത്താൽ അത് പാസ്സാക്കിയ തിരിച്ചയക്കുകയോ ഒപ്പിടുകയോ അല്ലെങ്കിൽ പ്രസിഡന്റിന് അയച്ചു കൊടുക്കുകയോ ചെയ്യാൻ എത്ര സമയം വേണമെന്ന് നിശ്ചയിക്കണം. ഇല്ലെങ്കിൽ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ കേന്ദ്രത്തിൽ ഒരു പാർട്ടി, സംസ്ഥാനങ്ങളിൽ വേറെ പാർട്ടി, ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം പലപ്പോഴും ഗവർണർമാരും മറ്റവരുമൊക്കെ ഇത് പിടിച്ചു വെക്കുന്നു, കേന്ദ്രം ഇടപെടുന്നു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, കേന്ദ്ര സംസ്ഥാന തർക്കങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ഈ അനാവശ്യമായ കാലതാമസം ഒഴിവാക്കാൻ ഇവിടെ പാർലമെന്റ് ഒരു നിയമനിർമ്മാണം, ഒരു ഭരണഘടനയിൽ ഒരു ഭേദഗതി വരുത്തണമെന്ന് പറയാം. അല്ലെങ്കിൽ ഈ വിഷയം ഒരു ഭരണഘടനാ ബെഞ്ച് തീരുമാനിക്കട്ടെ എന്ന് പറയാം. ഇത് പറയുന്നതിന് പകരം 2 അംഗ ബെഞ്ച് അധികാര പരിധി ബിയോണ്ട് ദെയർ ബ്രീഫ്, അവരുടെ അധികാരത്തിൻ്റെ അപ്പുറം പോയി സമയപരിധി നിശ്ചയിച്ചു. അവർക്ക് അധികാരമില്ല. രണ്ടാമത്തെ പ്രശ്നം, രണ്ടാമതും ഗവർണർക്ക് അയച്ചു കൊടുത്താൽ ഗവർണർ അത് ഒപ്പിട്ടേ പറ്റൂ. പക്ഷെ ഇവിടെ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ അയച്ചു കൊടുക്കുന്നത് തെറ്റാണെന്ന് പറയാം, അവിടെ അവസാനിപ്പിക്കാം. അത് തെറ്റാണെന്ന് പറയാം, അവിടെ അവസാനിപ്പിക്കാം. ഇറ്റ് ഹാൾ ബി ഡീംഡ് ടു ബി പാസ്ഡ് എന്ന് പറയാൻ പറ്റൂല. കാരണം എന്താണ്? തെറ്റാണെങ്കിൽ കൂടി അത് അയച്ചു കൊടുത്ത് പ്രസിഡന്റ് അത് നിരാകരിച്ചു. തെറ്റാണെങ്കിൽ കൂടി അത് അയച്ചു കൊടുത്തത് തെറ്റാണെങ്കിൽ കൂടിയും അത് പ്രസിഡന്റ് രാഷ്ട്രപതി നിരാകരിച്ചു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്തു ചെയ്യണം? അതൊരു ഭരണഘടനാ ബെഞ്ച് തീരുമാനിക്കണം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം. എന്നിട്ട് അതൊരു ഭരണഘടനാ ബെഞ്ചിന് വിടണം. ഇവിടെയാണ് പ്രശ്നം. രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച സംഭവിച്ചാൽ അവിടെ എന്ത് ചെയ്യണം എന്ന കാര്യം ഇന്നലെ വരെ ഭരണഘടനാ ബെഞ്ചുകൾ തീരുമാനിക്കാത്തൊരു വിഷയമാണെങ്കിൽ അതൊരു ഭരണഘടനാ ബെഞ്ചിലേക്ക് വിടണം. ഇവിടെയാണ് ഈ കുഴപ്പം മുഴുവൻ സംഭവിച്ചത്. ഇവിടെയാണ് തങ്ങൾക്കില്ലാത്ത അധികാരം 2 അംഗ ബെഞ്ച് ചെയ്തു. ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട അസഫ് അലി സാറ് ഈ ജുഡീഷ്യൽ കമ്മീഷൻ, അതായത് NJAC എന്ന കേസിലെ കാര്യം പറഞ്ഞു. അത് ആരാ തീരുമാനിച്ചത്?
Justice J.S. Kekar, the presiding judge on the 5-bench constitutional bench. 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് അത് തീരുമാനിച്ചത്. അതായത് ജുഡീഷ്യൽ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെന്റ്സ് കമ്മീഷൻ ആ 99-ാം ഭരണഘടനാ ഭേദഗതി റദ്ദാക്കിയത് 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ്. ഇവിടെ അത് ചെയ്യേണ്ടിയിരുന്നു. ഇവിടെ ഈ കാലാവധി കാലാപരിധി നിശ്ചയിക്കാൻ ഒന്നുകിൽ നിയമനിർമ്മാണം വേണം, അല്ലെങ്കിൽ ഭരണഘടനാ ബെഞ്ചിലേക്ക് വിടാം. ഇനി രാഷ്ട്രപതി ഒപ്പിട്ടു പോയി, തെറ്റായ മാർഗത്തിലൂടെയാണ് രാഷ്ട്രപതിയുടെ മുൻപാകെ എത്തിയതെങ്കിലും രാഷ്ട്രപതി അത് നിരാകരിച്ച സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യണമെന്നുള്ളത് ഭരണഘടനാ ബെഞ്ച് തീരുമാനിക്കണമെന്ന് പറയേണ്ടിയിരുന്നു. ഇവിടെ അമിതാവേശം കാണിച്ചു. 2 ജഡ്ജിമാർ അമിതാവേശം കാണിച്ചു. ദേ എക്സീഡഡ് ദെയർ പവർ. അവരുടെ അധികാരം ലംഘിച്ചു മുന്നോട്ട് പോയി. ഇതാണ് തെറ്റ്. തെറ്റ് തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. 2025 ഏപ്രിൽ മാസത്തിൽ നമ്മുടെ വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റ് പാസാക്കി. 2025 ഏപ്രിൽ മാസത്തിൽ തന്നെ സുപ്രീം കോടതി ഹർജികൾ കേട്ടു. ഈ ഭേദഗതികൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് ഫയലാക്കിയ ഹർജികൾ അക്കൊല്ലം പിറ്റേത്തെ ആഴ്ച കേൾക്കുക. എന്നാൽ 1995 വഖഫ് നിയമത്തിനെതിരെ കൊടുത്ത ഹർജികൾ 25 വർഷമായി സുപ്രീം കോടതിയിൽ പെൻഡിങ്, അന്ന് വരെ വാദം കേട്ടിട്ടില്ല. അതെന്താ പ്രശ്നം? 2025 ഏപ്രിൽ മാസം 4-ാം തീയതി പാസ്സാക്കിയത് ഈ കഴിഞ്ഞ ഇന്നിപ്പോ 18-ആണ്, 16-ാം തീയതി 15-ാം തീയതി ഒക്കെ കേട്ടു, 17-ാം തീയതി 16-ാം തീയതി കേട്ടു. എന്നാൽ 95-ൽ പാസ്സാക്കിയ വഖഫ് ഭേദഗതി അത് ഭരണഘടന, അതിൽ പ്രത്യേകിച്ച് സെക്ഷൻ 40 ഹൈലി ഡേഞ്ചറസ്, ഹൈലി അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്. ഏത് ഭൂമി സ്വന്തമാക്കാൻ വഖഫ് ബോർഡിന് കൊടുക്കുന്ന അധികാരം അത് നമ്മുടെ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാന സങ്കല്പങ്ങൾക്കെതിരാ. വൺ ഹു അലജസ് ഹാസ് ടു പ്രൂവ്, ആരോപിക്കുന്നവൻ തെളിയിക്കണം എന്ന സങ്കല്പത്തിന് എതിരാണ്. അത് എതിരെ കൊടുത്ത ഹർജികൾ 25 കൊല്ലത്തിലധികമായി പെൻഡിങ്, അതുവരെ കേട്ടിട്ടില്ല. അപ്പോ തിരുത്തലുണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാൽ, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്താൽ തിരുത്തൽ ഉണ്ടാകും. അത് ആരുടെ ഭാഗത്ത് വരണം? ഈ രാജ്യത്തെ മറ്റേതെങ്കിലും ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നവർ ചൂണ്ടിക്കാണിക്കണം. രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും അധികാരമുണ്ട്, പാർലമെന്റിനും അധികാരമുണ്ട് ചൂണ്ടിക്കാണിക്കാതെ അവിടെ തെറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുക. പാർലമെന്റിന് സുപ്രീം കോടതി ജഡ്ജിനെ ഇംപീച്ച് ചെയ്യാനുള്ള അധികാരമുണ്ട്. എന്തിനാ കൊടുത്തത്? എന്തിനാ പാർലമെന്റിന് സുപ്രീം കോടതി ജഡ്ജിനെ ഇംപീച്ച് ചെയ്യാൻ അധികാരം കൊടുത്തത്? ഭരണകക്ഷിക്കെതിരെ വിധി പറഞ്ഞാലാണോ ഇംപീച്ച് ചെയ്യുക? ആണോ? ഭരണകക്ഷിക്കും സർക്കാരിനെതിരെ വിധി പറയാനുള്ള, അപ്പോൾ പിടിച്ച് ഇംപീച്ച് ചെയ്യാനുള്ള അധികാരമാണോ? അല്ല. സുപ്രീം കോടതി ജഡ്ജി ചെയ്യാൻ പാടില്ല, ചെയ്താൽ ഇംപീച്ച്മെന്റ് വന്നു. ഇവിടെ സുപ്രീം കോടതി ജഡ്ജി സുപ്രീം കോടതിയുടെ ഭാഗത്ത് ചെയ്യാൻ പാടില്ലാത്തത് വന്നു. അപ്പോൾ മറ്റൊരു ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന വ്യക്തി ചൂണ്ടിക്കാണിച്ചു, തെറ്റാണ്, നിങ്ങൾ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയാണ്. അതൊരു ശരിയാണ്. അത് തെറ്റല്ല, അത് ശരിയാ. തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് ശരിയാണ്. ആ ചൂണ്ടിക്കാണിക്കുന്ന തെറ്റ് തിരുത്താൻ സുപ്രീം കോടതി തയ്യാറാവണം. അത് സോമോട്ടോ തയ്യാറാവണം. ഈ വിധി ഒരു ഭരണഘടനാ ബെഞ്ചിന് വിട്ടിട്ട് പുനഃപരിശോധിക്കാൻ പറയണം. അല്ലെങ്കിൽ ഇപ്പൊ സർക്കാർ പെറ്റീഷൻ കൊടുക്കേണ്ടതാണ്, റിവ്യൂ ഹർജി കൊടുക്കേണ്ടതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ റിവ്യൂ ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിടണം. പറ്റിയ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് തിരുത്താനുള്ള നടപടി എടുക്കണം. അതാണ് അന്തസ്സ്, അതാണ് ജനാധിപത്യത്തിന്റെ അന്തസ്സ്. വാശി പിടിച്ചിട്ട് കാര്യമില്ല. അത് മനസ്സിലാക്കാൻ സുപ്രീം കോടതി തയ്യാറാവണം. അടുത്ത ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ് അതൊരു സമഗ്ര ചർച്ചയ്ക്ക്, വളരെ കൂലങ്കഷമായിട്ടുള്ളൊരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കൃത്യമായ സമയമാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉപരാഷ്ട്രപതിയുടെ പരാമർശത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഇതിൽ 2-3 ആസ്പെക്ട്സ് ഉണ്ട്. വി ആർ മിക്സിംഗ് ഓൾ ദീസ് ആസ്പെക്ട്സ്. The first aspect is about interpretation of constitution. That interpretation of constitution by the constitution itself is the duty of the Supreme Court. So what the Supreme Court has done is interpreting a constitutional provision, which it has done. Second aspect in the Article 142 the user. Article 142 the use ആണ് probably it rubbed the shoulders in a wrong way. എന്തെന്ന് പറഞ്ഞാൽ the Supreme Court was dealing with governors and presidents. So even
when you interpret constitution and leave it there. But the moment you use your power under 142 to say that as a consequence of this, to do complete justice, we will do this. In the Parayumbol, what you have basically done is you have shown the other part, the legislature, the executive, that I am the superpower. The judiciary has given a clear signal that they are the superpower. Avadeyana, that is the place where something has gone wrong. Plus, you have to contextualize everything. When the vice president says something, he is saying it from the background of what has happened a month before in the judiciary, where money and currency notes are found in the house of a sitting judge. And that stark difference, our sitting judge in the വീട് അല്ല, അത് ഒരു മന്ത്രിയുടെ വീട് പോലും ആണെങ്കിൽ പോലും ഒരു FIR register ആവുമായിരുന്നു. Even if it is a prime minister's house, FIR would be registered. Why is an FIR not being registered when it comes from the house of a judge? That is what is rubbing. So we are mixing 2 or 3 aspects together and then seeing this entire exercise as wrong. But I would like to clearly signal one aspect of it. Why is judiciary powerful? Judiciary is powerful because of the faith of people in the judicial system. ആ faith എന്നാണോ നഷ്ടപ്പെടുന്നത്, അന്ന് judiciary ശൂന്യമാകും. That judiciary has to realize, when you say that I am the most powerful person on this earth, your behavior also should be of that standard. ആ സ്റ്റാൻഡേർഡ് ഇല്ലാത്തപ്പോഴാണ് പ്രോബ്ലം വരുന്നത്. Then what will happen? What are you trying to say? Parliament is people's power. Brute majority, brute parliament. No problem. But our parliament, if I have an issue with a politician, I have a right and I have a power to change him in the next 5 years. But do I as a citizen have a power to change a judge of this country? A high court judge or a Supreme Court judge of this country? Can a common man, can a citizen change or ask for a dismissal of a judge? That is the place where the whole issue comes. But interpreting the constitution, I don't see anything wrong. എന്താന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടും നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. Sanction to prosecute. Sanction to prosecute in Subramanian Swamy versus Manmohan Singh, Supreme Court says sanction to prosecute deemed sanction under if you don't give it within 120 days. So very simple provision. So there it was acceptable to us because that was helping to fight corruption. So there nobody questions the Supreme Court. Whereas when it comes to bills, why are we questioning Supreme Court when it has interpreted the constitution? And then again, let me put the bigger picture on to the audience. This is this. ഞങ്ങളുടെ constitutional, there is 3 lists: the state list, the central list, and the consolidated, the list where both state and center can pass laws. Now, please understand, if the state is passing some laws under the powers given to the state list, and the governor is appointed by the center, without anything they can torpedo a bill. Without anything they can take away the power of state to make a legislation at all. Therefore, I do not see anything wrong when the Supreme Court interprets as soon as possible to be 3 months. But then comes the question, should Supreme Court also have used 142 to back this thing, saying that no, we are most powerful? This, I am going one step ahead from interpreting constitution. I am declaring myself as the superpower and saying that, to do complete justice, I am doing something more than that. Pinna varuna oru chodyam, it is a substantial question of law, no doubt about it. If it is a substantial question of law, what does Article 145(3) point out?
Article 145(3) clearly says that when it is a substantial question of law, the minimum number of judges shall be 5. Shall be 5. Apo, there are technical issues also along with it. So I would say that the Supreme Court was right in interpreting law. Probably the Supreme Court was not right in declaring its powers under 142. And what you should see, the statement made by Vice President comes from this context. It is not just Vice President who made this statement. ഞങ്ങൾ എല്ലാവരും വൈസ് പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റിൽ മാത്രം പിടിക്കുകയാണ്. ഇതിനെക്കാട്ടും മുന്നേ വേറൊരു സ്റ്റേറ്റ്മെന്റ് വന്നിരുന്നു. That came from Mamta Banerjee when she said, you know, you with a stroke of pen removed 25,000 teachers, saying that the teacher's appointment is wrong, wherein you didn't even see there may be eligible candidates who have been appointed by the procedure, but you are not doing the same for the judiciary. So the first attack on the judiciary came from Mamta Banerjee. Then came Vice President's statement, but Vice President's statement comes from a central authority. Therefore, it has caught our attention. But when Mamta Banerjee gave the same statement, nobody bothered to hear her. It was a small one-liner in a newspaper. But this is where it is. ഞങ്ങളെല്ലാം കോണ്ടെക്സ്റ്റുവലൈസ് ചെയ്യുമ്പോഴാണ് ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് തോന്നുന്നത്. But what the Supreme Court did by interpreting the Constitution is something absolutely legal. Yes, there may be a legal challenge because we should see the rules of the Supreme Court itself, where the minimum number of judges for interpretation of a substantial question involving the interpretation of Constitution is 5 judges. So, in those cases, whether this bench could have passed this judgment or not is something very questionable. ഓക്കെ, അഡ്വക്കേറ്റ് സേനാപതി വേണു, ഭരണഘടനാ ബെഞ്ച് തീരുമാനമെടുക്കേണ്ടിടത്ത് 2 ജഡ്ജിമാർ തീരുമാനം എടുക്കുന്നു. മാത്രമല്ല അതിപ്പോൾ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഈ 2 ജഡ്ജിമാരുടെ പൊളിറ്റിക്കൽ ലീനിയൻസിയും വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അവിടെയാണ് ഉപരാഷ്ട്രപതി ഇടപെടുന്നതും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തുന്നതും. ഇങ്ങനെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് അതിരുകടന്ന ഒരു ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ ഈ രാജ്യത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് ചോദിക്കുന്നത് രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതിയാണ്. മാത്രമല്ല അദ്ദേഹം ചോദിക്കുന്നു, നിയമം ബാധകമല്ലാത്തൊരു വിഭാഗം ഇവിടെയുണ്ടോ? നിയമത്തിന് അതീതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമായി രാജ്യത്തെ ജുഡീഷ്യറി മാറുന്നു. ആ ഒരു ആശങ്ക വളരെ ഗൗരവത്തോടെ തന്നെയല്ലേ എടുക്കേണ്ടത്? ശ്രീ നമ്പ്യാർ, വളരെ പരിണിതപ്രജ്ഞരായ 3 നിയമവിദഗ്ധർ, ഒന്ന് മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ സി അസഫ് അലി സാറ്, അതുപോലെ തന്നെ പ്രഗത്ഭനായ അഭിഭാഷകൻ ശ്രീ പത്മനാഭൻ സാറ്, അതുപോലെ തന്നെ യശ്വന്ത് ഷെണായി, ഇവര് ഈ കാര്യത്തെക്കുറിച്ച് വളരെ സമഗ്രമായി പോസിറ്റീവായി നെഗറ്റീവായി ഇവരുടെ ഒരു വിശകലനം നടത്തി. ഞാൻ ഒരു ഭരണഘടനാ വിദഗ്ധനല്ല, പക്ഷേ എൻ്റെ നിയമപഠനത്തിൽ LLB-യിലും LLM-ലും എൻ്റെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ആയതുകൊണ്ട് ഇതിനെ പഠിക്കാനുള്ള ഒരു അവസരം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതൊരു അറിയാനും അതോടൊപ്പം തന്നെ എൻ്റെ പരിമിതമായ കാര്യങ്ങൾ നിരത്താനും ഞാനിത് ഒരു അക്കാദമിക് ഇൻട്രസ്റ്റിൽ ഇതിനെ വിനിയോഗിക്കാൻ, ഈ അവസരം വിനിയോഗിക്കാൻ ശ്രമിക്കുകയാണ്. ഒന്ന്, ഈ ഭരണഘടനാ ദിവസം എന്ന് പറയുന്നത് 1949 നവംബർ 26 ആണല്ലോ. അപ്പൊ 25-ാം തീയതി വൈകിട്ട് ഡോക്ടർ അംബേദ്കർ ഭരണഘടനാ കമ്മിറ്റിയിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. പ്രസംഗം ഇംഗ്ലീഷിലായിരുന്നു. അതിന്റെ ഒരു മലയാള പരിഭാഷയുടെ ഒരു 2-3 ലൈൻ ഞാൻ അങ്ങയുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഭരണഘടനയെ പ്രതിരോധിച്ചുകൊണ്ട് എത്രത്തോളം വാദമുഖങ്ങൾ ഉന്നയിക്കാമോ അതെല്ലാം എൻ്റെ സുഹൃത്തുക്കളായ സർ അല്ലാടി കൃഷ്ണസ്വാമി അയ്യരും മിസ്റ്റർ TT കൃഷ്ണമാചാരിയും ഉന്നയിച്ചു കഴിഞ്ഞു. തന്മൂലം ഭരണഘടനയുടെ മേന്മകളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഒരു ഭരണഘടന, അതാണ് നമ്പ്യാരെ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഭരണഘടന എത്രത്തോളം നല്ലതായിരുന്നാലും ഭരണഘടന കൈകാര്യം ചെയ്യാൻ ബാധ്യസ്ഥരായ ആളുകൾ ചീത്തയാളുകളാകുകയാണെങ്കിൽ ഭരണഘടനയും മോശമായി തീരാൻ സാധ്യതയുണ്ട്. അപ്പോ എത്രയോ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഡോക്ടർ BR അംബേദ്കർ ആ ഭരണഘടനാ ദിനത്തിന്റെ തലേദിവസം നടത്തിയ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്. ഇവിടെ നമുക്ക് ഒരു ജനറൽ കൺസെപ്റ്റ് ഉണ്ടല്ലോ, കിങ് ക്യാൻ ഡു നോ മിസ്റ്റേക്ക്. രാജാവ് തെറ്റ് ചെയ്യല എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. രാജാവ് തെറ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ്
ഈ രാഷ്ട്രപതിയുടെ അധികാരവും ഗവർണർമാരുടെ അധികാരവും അവർക്ക് ബില്ലൊപ്പിടുന്നതിനുള്ള സമയവും ഇതൊക്കെ നിശ്ചയിക്കുമ്പോൾ നമുക്കറിയാമല്ലോ എത്രയോ പ്രഗത്ഭരായ ആളുകളാണ്. കെ എം മുൻഷി എന്ന് പറയുന്ന ആള്, അദ്ദേഹം ഗുജറാത്തിൽ നിന്നുള്ള ഏറ്റവും പ്രമുഖനായ നിയമജ്ഞൻ. അതുപോലെ തന്നെ ശ്രീ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ 15 വർഷക്കാലം മദ്രാസ് പ്രസിഡൻസിയിൽ അഡ്വക്കേറ്റ് ജനറൽ ആയിട്ടിരുന്നയാള്. അതുപോലെ തന്നെ ശ്രീ ബി എൻ റാവു, അദ്ദേഹത്തെ കുറിച്ച് ഇവിടെ അസഫ് അലി സാർ സൂചിപ്പിച്ചു. അന്ന് ലോകത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളിലെല്ലാം സഞ്ചരിച്ച് ഭരണഘടനയെ കുറിച്ച് കുറിപ്പുകൾ എഴുതി ആ കുറിപ്പുകൾ ഭരണഘടനാ കമ്മിറ്റിയിൽ കൊടുത്ത് അതിൽ വലിയ വിശകലനം നടത്തുന്ന ആളായിരുന്നു ശ്രീ ബി എൻ റാവു. അപ്പൊ ഇവരെല്ലാം ചേർന്ന് എഴുതി ഉണ്ടാക്കിയ ഈ ഭരണഘടനയിൽ ഇങ്ങനെ ചില കാര്യങ്ങളിൽ എന്തുകൊണ്ട് അതിന് കൃത്യമായ ഒരു നിർവചനം കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ, അത് ശ്രീപത്മനാഭൻ പറഞ്ഞ ഒരു കാര്യത്തെയാണ് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഭരണഘടനാ സ്ഥാപനവും മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിലേക്ക് കൈ കടത്തില്ല എന്ന ഒരു വിശ്വാസമായിരുന്നു. ആ വിശ്വാസം പരിരക്ഷിക്കപ്പെടേണ്ടതുമാണ്, അത് തുടർന്നു വരേണ്ടതുമാണ്. ഇവിടെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നയാള്, അല്ലെങ്കിൽ ഇന്ന് ഈ പ്രസംഗം നടത്തിയിരിക്കുന്നയാള് ബഹുമാന്യനായ ഉപരാഷ്ട്രപതിയാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർട്ടിക്കിൾ 142 ഹാസ് ബിക്കം എ ന്യൂക്ലിയർ മിസൈൽ against democratic forces available to judiciary 24/7. അപ്പോ ഇദ്ദേഹം ഇത് പറയാനുള്ള ഒരു കാരണമെന്ന് ചോദിച്ചാൽ, അത് നമ്പ്യാരെ അതിനകത്ത് ഒരു അല്പം രാഷ്ട്രീയമുണ്ട്. കാരണം ഇദ്ദേഹവും ജഗദീപ് ധൻഖറും RN രവിയും അതുപോലെ തന്നെ ആരിഫ് മുഹമ്മദ് ഖാനും ഇവർ 3 പേരും ഒരേ സമയത്ത് ഗവർണർമാരായിട്ട് ഇരുന്നവരും, ഇവര് അതാത് ഗവൺമെന്റുകൾക്കെതിരെ, അതിപ്പോ ശരിയോ തെറ്റോ എന്നുള്ളത് ഇപ്പൊ കാലം തീരുമാനിക്കട്ടെ, അതൊന്നും ഇപ്പൊ നമ്മുടെ ഒരു വിഷയത്തിൽപ്പെട്ടതല്ല. ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടുന്ന് പോയി, RN രവി ഇപ്പൊ എപ്പോ മാറുമെന്നറിയില്ല. ജഗദീപ് ധൻഖർ ബംഗാളിൽ നിന്ന് അദ്ദേഹം മാറി, അദ്ദേഹം ഉപരാഷ്ട്രപതിയായി. അപ്പൊ അദ്ദേഹത്തെ പോലെ ഒരാള് അതിൻ്റെ അകത്ത് പറയുമ്പോൾ, പണ്ട് അദ്ദേഹം ഗവർണറായിട്ടിരുന്നപ്പോഴുള്ള അദ്ദേഹത്തിന്റെ ആ മനസ്സ് കൂടി വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ ഇപ്പൊ നമുക്ക് ഭരണഘടനയുടെ എന്താ നമ്മുടെ രാജ്യത്തെ സുപ്രീം അതോറിറ്റി? ഒരു സംശയവും വേണ്ട, പാർലമെന്റ് ആണ്. അതാണല്ലോ ഭരണഘടനയുടെ പ്രിയാമ്പിൾ തന്നെ തുടങ്ങുന്നത്, വി ദ പീപ്പിൾ. പാർലമെന്റ് ആണ് സുപ്രീം അതോറിറ്റി. ഒരു സംശയവും ഇല്ല കാര്യത്തിൽ നിയമങ്ങൾ പാർലമെന്റ് പാസ്സാക്കുക, അതിൽ കോടതികൾ വ്യാഖ്യാനം ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അസഫ് അലി സാർ ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പൊ മൃഗീയമായ ഭൂരിപക്ഷമുള്ള ഒരു കൂട്ടര് ഞങ്ങൾ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ മത്സരിക്കേണ്ട, ഞങ്ങൾ മാത്രം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ മതി എന്നുള്ള ഒരു നിയമം പാർലമെന്റിൽ പാസ്സാക്കുക. അങ്ങനെ പാസ്സാക്കാൻ പറ്റുമോ? ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ചിലപ്പോൾ പാസ്സാക്കാനായിട്ട് പറ്റുമോ? ഞാൻ ചോദിക്കുന്ന, പാർലമെന്റ് പാസ്സാക്കുന്ന ഈ നിയമങ്ങളിലോ അല്ലെങ്കിൽ ഭരണഘടനയിൽ വ്യാഖ്യാനം ചെയ്തിരിക്കുന്ന കാര്യങ്ങളിലോ അതൊരു ജുഡീഷ്യൽ റിവ്യൂവിന് 142 സുപ്രീം കോടതിക്ക് ഒരു അധികാരം കൊടുക്കുന്നു. ആ 142 എന്ന് പറയുന്ന അധികാരം അത് വെറുതെ കൊടുത്തതല്ല. ഭരണഘടന എഴുതിയുണ്ടാക്കിയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ നിയമജ്ഞന്മാര് എല്ലാം അവരുടെ ലോകത്തെ മറ്റ് ഭരണഘടനയെല്ലാം കണ്ടു പഠിച്ചപ്പോ അത് ആ ഒരു റിവ്യൂവിനുള്ള അധികാരം അല്ലെങ്കിൽ സുപ്രീം കോടതിക്കുള്ള ഒരു പവർ അത് 142 കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. അതൊക്കെ സേനാപതി വേണു, ആ അധികാരം ജുഡീഷ്യസ് ആയിട്ടാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ ഭരണഘടന കൈകാര്യം ചെയ്യുന്ന ആളുകൾ, അത് കോടതിയിലാകട്ടെ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവിലാകട്ടെ, മോശമായ ആളുകളോ മോശം ചിന്താഗതികളോ ആളുകളോ ഉണ്ട് എങ്കിൽ ഭരണഘടന ദുരുപയോഗം ചെയ്യപ്പെടാമെന്ന് 46-ൽ തന്നെ ഡോക്ടർ അംബേദ്കറിനെ പോലെ ഒരാൾ പറയേണ്ടി വന്നു. ഇവിടെ നമ്മളിപ്പോ വേറെ ഒന്നും പോകണ്ടല്ലോ. 143-3 വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഇങ്ങനെ ഒരു ഭരണഘടനാ വിഷയമായ ഒരു കാര്യത്തെക്കുറിച്ച് തർക്കം വന്നു കഴിഞ്ഞാൽ അത് 5 അതിലപ്പുറത്തേക്കുള്ള അംഗങ്ങൾ, 5-ലധികം അവരുടെ ഒരു റിവ്യൂ ഇതിനകത്ത് ഉണ്ടാകണം എന്നുള്ള കാര്യം അത് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണ്? ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതാണ്, ആർട്ടിക്കിൾ 200 പ്രകാരം ഒരു ബില്ല് എത്ര കാലത്തേക്ക് താമസിപ്പിക്കാം. ഇപ്പൊ 4.25 വർഷമൊക്കെ ഒരു ബില്ല് താമസിപ്പിക്കുമ്പോൾ ഈ കാര്യമൊക്കെ ഇനി ഭരണഘടനയുടെ 5-അംഗ ബെഞ്ചിലേക്ക് പോയിട്ട് ഏത് കാലത്ത് ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാകും എന്നതുകൊണ്ട് ഒരുപക്ഷെ അതൊരു സദുദ്ദേശത്തിലായിരിക്കാം. ഞാൻ അത് തന്നെയാണ് പറയുന്നത്. ഈ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവർ അത് സദുദ്ദേശത്തിലായിരിക്കാം ചെയ്യുന്നത്. നമുക്കതേ വിശ്വസിക്കാൻ കഴിയൂ. കാരണം നമുക്ക് ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്യാം. നീതിപീഠത്തിൽ ഇരിക്കുന്ന ആളുകൾ ഇപ്പൊ ഏതെങ്കിലും ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് പണം കണ്ടു, അതൊക്കെ ലക്ഷങ്ങളിലൊന്നോ 1000-ലൊന്നോ ഒക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒരു സദുദ്ദേശത്തിലായിരിക്കാം ഇവർ അത് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെയാണ് എന്നെ പോലുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥികൾ കരുതുന്നത്. അതൊരിക്കലും
പാർലമെന്റിന്റെ അധികാരത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റമായി എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ് എങ്കിൽ ഒരു സംശയവും വേണ്ട, പാർലമെന്റിന് നിയമം പാസ്സാക്കാൻ അതിൽ തന്നെ വ്യവസ്ഥകൾ പറയുന്നുണ്ടല്ലോ. ഇനിയിപ്പോ സുപ്രീം കോടതി എടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു തീരുമാനത്തെ സംബന്ധിച്ച് അതിൽ തെറ്റായ കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ ഇത് ഇന്നതാണ് ശരി എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി നിയമം പാസ്സാക്കാനുള്ള അധികാരം പാർലമെന്റിനുണ്ട്. അപ്പോ ഇവിടെ ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ, കാരണം ഇതിനെയൊക്കെ പവിത്രമായിട്ട് കാണുന്ന ഒരു പൊതുസമൂഹം, അവർ വിചാരിക്കുന്നത് ഇതൊക്കെ നന്നായിട്ട് പോകണം എന്നുള്ളതാണ്. അതല്ലാതെ പാർലമെന്റും ജുഡീഷ്യറിയുമായിട്ടുള്ള ഏറ്റുമുട്ടൽ, ജുഡീഷ്യറിയും പാർലമെന്റുമായിട്ടുള്ള ഏറ്റുമുട്ടൽ അതൊന്നുമല്ല ഈ രാജ്യത്ത് നിയമം ബഹുമാനിക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്നത്. ഇതെല്ലാം സുതാര്യമായിട്ട് പോകണം, സത്യസന്ധമായിട്ട് പോകണമെന്നാണ് ഈ രാജ്യത്തെ ജനകോടികൾ ആഗ്രഹിക്കുന്നത്. കാരണം നിയമവാഴ്ച തകർന്നാൽ, റൂൾ ഓഫ് ലോ, ആ സംവിധാനം അതിൽ പുഴുക്കുത്തുകൾ വരികയോ അതിൽ തെറ്റായ പ്രവണതകൾ വരികയോ ചെയ്താൽ നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്ന ഈ നാട്ടിലെ പൊതുസമൂഹമുണ്ട്, പൗരസമൂഹമുണ്ട്, അവരുടെ മനസ്സിൽ പല സംശയങ്ങളും ഉണ്ടാകും. ജഗദീപ് ധൻഖർ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് നോട്ടുകൾ, കെട്ടുകണക്കിന് നോട്ടുകൾ കത്തുന്നു. 15 കോടിയോ 20 കോടിയോ, ബാർ അസോസിയേഷൻ പറഞ്ഞ് 15 കോടി. അവർ ആ കെട്ടിന്റെ ഒരു എണ്ണമൊക്കെ വെച്ച് പറഞ്ഞതാണ്. ഇത് എവിടുന്ന് വന്നു, ഇതാര് കൊണ്ടുവന്നു, ഈ കാര്യമൊക്കെ അന്വേഷിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല, എഫ്ഐആർ പോലും ഇട്ടിട്ടില്ല ഇത്രയും ദിവസമായിട്ട്. അല്ല, ഈ നാട്ടിലെ പൊതുസമൂഹത്തിന് ഇതിനെക്കുറിച്ചുള്ള അവിടെയാണ് അദ്ദേഹം പറഞ്ഞത് സാധാരണക്കാരുടെ വീട്ടിലാണെങ്കിൽ റോക്കറ്റ് വേഗത്തിൽ നടപടി ഉണ്ടാകുന്നു, ജഡ്ജിയുടെ കാര്യത്തിൽ കാളവണ്ടിയുടെ വേഗത പോലും ഇല്ല എന്നുള്ളത്. കാളവണ്ടിയുടെ വേഗത്തിലും ഇല്ല, ഇവിടെ കാളവണ്ടിയുടെ വേഗത്തിലൂടെ ഒരു വേഗത്തിലുമില്ല, സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ കാര്യത്തെക്കുറിച്ച് ഈ നിമിഷം വരെ, നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഈ നിമിഷം വരെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അന്വേഷണം നടന്നതായിട്ടോ അല്ലെങ്കിൽ ഇത് ഒരു റിപ്പോർട്ട് വന്നതായിട്ടോ കാണുന്നില്ല. അപ്പോ ഞാൻ ഈ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിലും അല്ലെങ്കിൽ നിയമ വിദ്യാർത്ഥി എന്ന നിലയിലും എന്നെ പോലുള്ള ആളുകൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഭരണഘടനാ സ്ഥാപനങ്ങൾ അതിർവരുമ്പുകൾ ലംഘിക്കാതെ, അത് ശ്രീപത്മനാഭൻ സാറ് അദ്ദേഹം പറഞ്ഞ ആ പദം തന്നെയാണ്, ലക്ഷ്മണ രേഖകൾ ലംഘിക്കാതെ ഈ സ്ഥാപനങ്ങൾ പവിത്രമായി പോയി എങ്കിൽ മാത്രമേ ആളുകൾക്ക് ജുഡീഷ്യറിയിലുള്ള വിശ്വാസവും അതോടൊപ്പം തന്നെ നിയമവാഴ്ചയിലുള്ള വിശ്വാസവും നിലനിൽക്കുകയുള്ളൂ. റൂൾ ഓഫ് ലോ ഇറ്റ് മസ്റ്റ് ബി പ്രിസർവ്ഡ്. അതാണ് ഒന്നാം ഘട്ടത്തിൽ ശ്രീ നമ്പ്യാർ. ഓക്കെ, ലക്ഷ്മണരേഖയുണ്ട്, പക്ഷേ അത് തിരുത്തി എഴുതേണ്ട സമയം കൂടിയാണോ ഇത്, അല്ലേ എന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അഡ്വക്കേറ്റ് ആസഫ് അലി, ജുഡീഷ്യറി വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് സുതാര്യമായിട്ട് പ്രവർത്തിക്കണം, അതുപോലെ ജുഡീഷ്യറി നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കണം. സാധാരണക്കാരൻ്റെയൊക്കെ അവസാനത്തെ ആശ്രയം കോടതികളാണ്, അല്ലേ? ആ വിശ്വാസം തകർന്നാൽ അത് ജനാധിപത്യത്തിന് ഏൽക്കുന്ന വലിയൊരു അടിയായിരിക്കും. നോക്കൂ, നേരത്തെ അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. 95-ലെ വഖഫ് നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളിൽ ഒരു വാദം പോലും നടത്താതെ അത് കോടതി മാറ്റിവെക്കുന്നു. പക്ഷേ നോക്കൂ, ഇപ്പോൾ വഖഫ് ഭേദഗതി നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു, നിയമമായി നോട്ടിഫിക്കേഷൻ വന്നു. 2 ദിവസം കൊണ്ട് തന്നെ കോടതി വളരെ ഹേസ്റ്റി ആയിട്ട് അക്കാര്യം അത് വാദത്തിനെടുക്കുന്നു, ചർച്ചയ്ക്ക് എടുക്കുന്നു. വാദം കേട്ടതിന് ശേഷം ചില കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു. അപ്പോൾ കോടതിയുടെ ഈ ഒരു സമീപനത്തെ ഏത് രീതിയിലാണ് നമ്മൾ വിലയിരുത്തേണ്ടത്? ഈ കോടതി കേസ് കേൾക്കുന്നതും വാദം കേൾക്കുന്നതും വിധി പറയുന്നതും അതിൽ കോടതിയുടെ ഭാഗത്ത് നമ്മളൊരു മാലഫൈഡ് ആരോപിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഉദാഹരണമായി 39-ാം ഭരണഘടനാ ഭേദഗതി നിയമമായത് 1975 ആഗസ്റ്റ് 10-ാം തീയതിയാണ്. ഞാൻ നേരത്തെ വിവരിച്ച അടിയന്തരാവസ്ഥ കാലത്ത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ആ കേസ്, അതായത് പ്രധാന ആ ഭേദഗതിയല്ല ചോദ്യം ചെയ്ത് ഇന്ദിരാഗാന്ധിയുടെ അപ്പീൽ നിലനിൽക്കുകയാണ്. അതിൽ വാദം കേട്ടത് എപ്പോഴാണെന്ന് അറിയുമോ? പിറ്റേ ദിവസമാണ്, 11/8/1975. അപ്പൊ സുപ്രീം കോടതി അതിലൊരു അൺഹോളി എയ്സ്റ്റ്, അവിശുദ്ധമായ ഒരു ധൃതി കാണിച്ച് എന്ന് പറയാൻ പറ്റുമോ? അതായത് കേന്ദ്ര ഗവൺമെന്റ്, രാഷ്ട്രപതി, പാർലമെന്റ് 39-ാം ഭരണഘടനാ ഭേദഗതി പാസാക്കിയ പിറ്റേ ദിവസം സുപ്രീം കോടതി വാദം കേൾക്കുകയാണ്. എന്നിട്ട് ആ കേസ് 25/8 മാറ്റിവെച്ചു. അവസാനം വിധി പറഞ്ഞത് 7/11/1975 എന്നാൽ നമ്മുടെ മുമ്പിൽ ലാവലിംഗ് കേസുണ്ട്. 36 തവണ മാറ്റിവെച്ച ലാവലിംഗ് കേസ് ഒരു ക്രിമിനൽ റിവിഷനാണ്.
അതുകൊണ്ട് കോടതി കേസ് കേൾക്കുന്നത് പെട്ടെന്ന് കേൾക്കുന്നതും വൈകി കേൾക്കുന്നതും നമ്മുടെ വലിയ ഈ മഹത്തരമായ ജുഡീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു മാലഫൈഡി ആരോപിക്കുന്നതിനോട് എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റില്ല. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ പത്മനാഭൻ സാറ് പറഞ്ഞൊരു കാര്യം, ഈ കഴിയുന്നതും വേഗം ആസ് സൂൺ ആസ് പോസിബിൾ എന്നത് 3 മാസമായി വ്യാഖ്യാനിച്ച വിഷയം ഒരു അതീവ ഭരണഘടനാ വിഷയമായി കാണാൻ പറ്റുമോ? ഭരണഘടനയുടെ 145(3) യാതൊരു തർക്കവുമില്ല. ഒരു സബ്സ്റ്റാൻഷ്യൽ ക്വസ്റ്റ്യൻ ഓഫ് ലോ ഉൾപ്പെട്ട കേസാണെങ്കിൽ അത് 5 ജഡ്ജിമാർ മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. ഇതിൽ അങ്ങനെയുള്ളൊരു സബ്സ്റ്റാൻഷ്യൽ ക്വസ്റ്റ്യൻ ഓഫ് ലോ ഇൻവോൾവ് ചെയ്തതായി ആകെ സിമ്പിൾ ആസ് സൂൺ ആസ് പോസിബിൾ ഷാൾ ഫോർത്ത് വിത്ത്, രാഷ്ട്രപതി ഷാൾ ഫോർത്ത് വിത്ത് എന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 200. അപ്പൊ അങ്ങനെ ഒരു ഇംഗ്ലീഷ് ഭാഷയുടെ ഈ സുബ്രഹ്മണ്യം കേസിൽ ചോദിച്ചത് അതാണ്, സാങ്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഡീംഡ് സാങ്ഷൻ ആണ്, സാങ്ഷൻ വേണ്ട പിന്നെ. അപ്പൊ അതൊരു സബ്സ്റ്റാൻഷ്യൽ ക്വസ്റ്റ്യൻ ഓഫ് ലോ ആണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുമോ? നാളെ സുപ്രീം കോടതി അതൊരു സബ്സ്റ്റാൻഷ്യൽ ക്വസ്റ്റ്യൻ ഓഫ് ലോ ആണെന്ന് പറഞ്ഞാൽ ശരിയാണ്, 5 ജഡ്ജിമാർ കേൾക്കണം. എന്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് ആസ് സൂൺ ആസ് പോസിബിൾ, ഞാൻ സാറിനോട് പറയാണ് ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 ദിവസം കൊണ്ട് കഴിയുന്ന വേഗത്തിൽ ഈ പ്രശ്നത്തിൽ തീർപ്പുണ്ടാവണം. അത് വെച്ച് പാർപ്പിക്കാൻ പാടില്ല. 200 പറഞ്ഞതാണ് ഷാൾ നോട്ട്, പ്രസിഡന്റ് ഷാൾ നോട്ട്. രണ്ടാമത് അസംബ്ലി പാസ്സാക്കി അയച്ചു കഴിഞ്ഞാൽ പിന്നെ യാതൊരു മാർഗവുമില്ല. അപ്പൊ വീണ്ടും പ്രസിഡന്റിനെ അയക്കുക എന്ന് പറയുന്നത്, അപ്പം ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ഗവർണർ ഓഫ് എ സ്റ്റേറ്റ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, അവരുടെ ഭാഗത്ത് നിന്ന് പേറ്റന്റായ വളരെ പ്രത്യക്ഷത്തിലുള്ള ഒരു ക്രമക്കേട് കാണുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു സിമ്പിൾ നിർവചനം കൊടുക്കുകയാണ് സുപ്രീം കോടതി. കഴിയുന്നു വേഗത്തിൽ എന്ന് പറഞ്ഞാൽ 3 മാസമാണ്. എൻ്റെ അഭിപ്രായത്തിൽ 3 മാസമല്ല, ഒരാഴ്ചയാണ്. നമ്മൾ സാധാരണ ജീവിതത്തിൽ നമ്മൾ കഴിയുന്നു വേഗത്തിൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 3 മാസമാണോ? ജനങ്ങളുടെ ഹിതമാണ് അവിടെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു അധിപൻ ലംഘിക്കുന്നത്. അപ്പൊ സുപ്രീം കോടതിക്ക് ഇത് അനങ്ങാതിരിക്കാൻ പറ്റുമോ? ഒരിക്കലും അനങ്ങാതിരിക്കാൻ പറ്റില്ല. ഇനി സെക്കൻഡ്ലി, ഡൽഹിയിലെ ഇന്ന് ഈ ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതി ഡൽഹിയിൽ ഒരു ജഡ്ജിന്റെ വീട്ടിൽ നിന്ന് പണം പിടിച്ചു കാള. ആരാണ് ആക്ട് ചെയ്യേണ്ടത്? FIR രജിസ്റ്റർ ചെയ്യേണ്ടത് സുപ്രീം കോടതിയാണോ? FIR രജിസ്റ്റർ ചെയ്യേണ്ടത് ആരാണ്? FIR രജിസ്റ്റർ ചെയ്യുന്നത് ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിയാണ്. അപ്പൊ ചോദിക്കും, ജഡ്ജിമാർക്കെതിരെ കേസെടുക്കാൻ പറ്റുമോ? കേസെടുക്കാം. പഴയ IPC ഒരു വകുപ്പുണ്ട് 219. ആ 219 എന്താണെന്ന് അറിയുമോ? പുതിയ ന്യായസേനയിൽ 257. ഏതെങ്കിലും ഒരു ന്യായാധിപൻ അദ്ദേഹത്തിന്റെ ജുഡീഷ്യൽ നടപടിയുടെ ഭാഗമായി ദുരുപദിഷ്ടിതമായി കള്ളരേഖ ഉണ്ടാക്കുകയോ കളവായി വിധി പറയുകയോ ചെയ്താൽ 3 വർഷം വരെ തടവ് ശിക്ഷ വിധിക്കുന്ന ഒരു കുറ്റമാണ്. സാങ്ഷൻ വേണം പ്രോസിക്യൂട്ട് ചെയ്യാൻ. ഡൽഹിയിലെ വർമ്മയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തത് ഡൽഹി ഭരണകൂടത്തിന്റെ അതീവ ഗുരുതരമായ വീഴ്ചയാണ്. പണ്ട് പൽക്കിവാല പറഞ്ഞിരുന്നു, വി ഹാവ് ടു മെനി ലോസ്, ടു ലിറ്റിൽ ജസ്റ്റിസ്. നമുക്ക് ധാരാളം നിയമങ്ങളുണ്ട്, പക്ഷേ നീതി കുറവാണ്. നീതി കുറയാൻ കാരണം കോടതിക്ക് ഇത്തരം കാര്യത്തിൽ ഇടപെടാൻ ധാരാളം പരിമിതികളുണ്ട്. സുപ്രീം കോടതിക്ക് സുവമോട്ടോ ഒരു കേസെടുക്കാൻ വേണ്ടി പറയാൻ പറ്റുമോ ജഡ്ജിക്കെതിരെ? അപ്പോൾ നമ്മൾ പറയില്ലേ, 142 വെച്ചിട്ട് സുപ്രീം കോടതി ഇതാ പരമാധികാരിയായി മാറുന്നു, പോലീസായി മാറുന്നു, നമ്മൾ പറയില്ലേ? ഇനി ഇംപീച്ച്മെന്റിന്റെ കാര്യം, ഇത്ര ഗുരുതരമായ ഒരു ക്രമക്കേട് ഒരു ന്യായാധിപന്റെ ഭവനത്തിൽ നിന്ന് കറൻസി പിടിച്ചു. അവിടെ പോലീസിന് പോകാൻ പറ്റില്ല സാധാരണഗതിയിൽ, അവിടെ CBIക്ക് പോകാൻ പറ്റില്ല, അവിടെ EDക്ക് കയറാൻ പറ്റില്ല, അവിടെ വിജിലൻസിന് കയറാൻ പറ്റില്ല. അവിടെ ആകെ കയറാൻ പറ്റുന്നത് ഫയർഫോഴ്സിനാണ്. ആ ഫയർഫോഴ്സ് പോയപ്പോൾ കണ്ടതാണ് തീക്ക് പകരം പണം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് ഈ ന്യായാധിപനെ ഇംപീച്ച് ചെയ്യാൻ? ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത് പാർലമെന്റാണ് ന്യായാധിപന്മാരായി മാറുന്നത്. ഇംപീച്ച്മെന്റ് അതാണ്. പണ്ടത്തെ ഒരു ന്യായാധിപനെ PV നരസിംഹറാവുവിന്റെ ഭരണകാലത്ത് ഒരു ന്യായാധിപനെ ഇംപീച്ച് ചെയ്യുമ്പോൾ വിപ്പ് കൊടുത്തില്ല.
അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു പറഞ്ഞു, ഞാൻ വിപ്പ് കൊടുക്കുന്നില്ല. വിപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ന്യായാധിപന്മാരായ പാർലമെന്റ് മെമ്പർമാരോട് നിങ്ങൾ ഇങ്ങനെ വിധിയെഴുതണമെന്ന് പറയുന്നതിന് തുല്യമാണ്. ഞാനിതാ നിങ്ങളുടെ മനസാക്ഷിക്ക് വിട്ടിരിക്കുന്നു. ന്യായാധിപന്മാരായി പാർലമെന്റ് മെമ്പർമാർ മാറുന്ന ഭരണഘടനയിലെ അത്യപൂർവമായ ഒരു സന്ദർഭമാണ് ഇംപീച്ച്മെന്റ്. എന്തേ കേന്ദ്ര ഗവൺമെന്റ് ഇത്ര ഗുരുതരമായ ഇന്ത്യൻ ജുഡീഷ്യറിക്ക് കളങ്കമുണ്ടാക്കിയ, നാണക്കേടുണ്ടാക്കിയ, ഇന്ത്യൻ ജുഡീഷ്യറിയുടെ മുഖത്തെ വളരെയധികം വികൃതമാക്കിയ ഒരു ന്യായാധിപനെ അദ്ദേഹത്തിന്റെ പേരിൽ കേസ് എടുത്തില്ല, അദ്ദേഹത്തിന്റെ പേരിൽ FIR ഇട്ടില്ല, അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യുവാൻ കേന്ദ്രത്തിന്റെ ഭരണകൂടം തയ്യാറായില്ല. എന്തേ? അവിടെയാണ് നമ്മൾ പാഠം പഠിക്കേണ്ടത്. ജുഡീഷ്യറി തെറ്റ് ചെയ്യുമ്പോൾ അത് തിരുത്താൻ ഒരു പരിധിവരെ നമ്മുടെ എക്സിക്യൂട്ടീവിന് അധികാരമുണ്ട്. പക്ഷേ ആ അധികാരം പൽക്കിവാല പറഞ്ഞതുപോലെ ടൂ മെനി ലോസ് ടൂ ലിറ്റിൽ ജസ്റ്റിസ്. നമുക്ക് നിയമങ്ങൾ ധാരാളമുണ്ട്, പക്ഷേ നീതിയില്ല. നീതി വരണമെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവിന്റെ എല്ലാ ശാഖകളും സക്രിയമായി പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സുപ്രീം കോടതിയെ കുറ്റപ്പെടുത്തുമ്പോൾ സുപ്രീം കോടതിയുടെ ചില പരിമിതികൾ നമ്മൾ മനസ്സിലാക്കണം. ഇനി കേന്ദ്ര ഗവൺമെന്റ് ഈ വിധി വന്നിട്ട് എത്ര ദിവസമായി? എന്ത് കേന്ദ്ര ഗവൺമെന്റ് ഒരു റിവ്യൂ പെറ്റീഷൻ കൊടുക്കാൻ വൈകിയത്? റിവ്യൂ കൊടുക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? പെട്ടെന്ന് റിവ്യൂ കൊടുക്കണ്ടല്ലേ? സുപ്രീം കോടതി ഉപരാഷ്ട്രപതിയുടെ പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, ഒരു ഭരണഘടനാ അധിപൻ, ഇത്ര ശക്തമായ ഭാഷയിൽ സുപ്രീം കോടതി, യു ക്യാൻ ക്രിട്ടിസൈസ് ജഡ്ജ്മെന്റ്, ഐ അപ്രീഷിയേറ്റ്, പക്ഷെ ഇത്ര ശക്തമായ ഭാഷയിൽ എല്ലാ പരിധികളും കടന്നുകൊണ്ട് വിമർശിച്ചപ്പോൾ സുപ്രീം കോടതിയാണോ വിമർശിക്കേണ്ടത്? ജഡ്ജിക്കെതിരെ കേസെടുക്കാത്തതിന്റെ പേരിൽ എന്തേ കേന്ദ്ര ഗവൺമെന്റിനെ ഉപരാഷ്ട്രപതി വിമർശിക്കാതിരുന്നു? എന്തേ കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താതിരുന്നു? നമ്മുടെ നിയമത്തിൽ ഉള്ള വ്യവസ്ഥകൾ അനുസരിച്ച് കുറ്റവാളികളെ നമ്മൾ ജയിലിലിട്ടില്ലേ? ഒരു ന്യായാധിപനെ, തമിഴ്നാട്ടിലെ കർണനെ, അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വന്നില്ലേ? ആ കർണൻ ഇല്ലാത്ത ഒരു പരിരക്ഷ എങ്ങനെയാണ് ഈ ഡൽഹിയിലെ ജഡ്ജിക്ക് കിട്ടുന്നത്? അവിടെയാണ് നമ്മൾ പലരുടെയും ബോണഫൈഡിയെ സംശയിക്കുന്നു. ഓക്കെ, ജുഡീഷ്യറിയെ ആർക്കും തൊടാൻ പറ്റില്ല. മാത്രമല്ല, ഉപരാഷ്ട്രപതി ചൂണ്ടിക്കാണിച്ചതുപോലെ അവരൊരു പ്രത്യേക ചട്ടക്കൂടിലാണ്. മാത്രമല്ല, നിയമത്തിന് അവർ അതീതരാണ് എന്നൊരു പൊതുബോധമാണല്ലോ നമ്മുടെ ഇടയിൽ ഉള്ളത്. ആ പൊതുബോധം അത് അഴിച്ചു പണിയേണ്ട സമയം കൂടിയല്ലേ ഇത്? അടുത്ത യശ്വന്ത് ഷേണായി, ഈ ചോദ്യത്തിന് താങ്കളുടെ ഉത്തരം എന്താണ്? ഇത് കൈ പൊള്ളുന്ന വിഷയമൊന്നുമല്ല. ഇത് വളരെ സിമ്പിളാണ്. ദിസ് ഈസ് എ പാർട്ട് ഓഫ് പൊളിറ്റിക്സ്. When the iron is hot, that's the time when you shape something. Appo ippam the government is only taking advantage of a situation. Supreme Court interpreted the law. Now ആ കോണ്ടെക്സ്റ്റ്, ആ ജഡ്ജിന്റെ യശ്വന്ത് വർമ്മയുടെ ഇൻസിഡന്റ് തൊട്ടടുത്തുള്ളത് കൊണ്ട് they are using it to say, or using it to bring up a public opinion saying that judiciary is placing itself as holier than thou, but there are black sheep inside it whom the executive or legislature cannot even touch. Very simple. Look into the common man's feelings now. See, the common man, how did the judiciary come to this kind of relevance? Judiciary came to this kind of relevance after the emergency, when the executive failed the people, when the parliament by its brute majority failed its people, judiciary came to itself. And when did judiciary come to itself? ADM Jabalpur, the judiciary failed the people. But soon thereafter, the then judges realized that people's confidence in the legislature was waning. And then they took this opportunity, came up with Maneka Gandhi and several other cases soon after. Then people started believing in judiciary. Judiciary grew up to be one of the most powerful judiciary ഒരു പേഴ്സണായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ one of the most powerful person in the face of the earth ആയിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് when the judiciary itself started having issues with corruption and everything, ആ ഒരു full circle ആയിക്കൊണ്ട് വരികയാണ്. Now slowly
people will pull back from the judiciary and go back to their earlier power center, which is legislature. Because people now know that if the legislature is not good enough, we will have the power to change them within the next 5 years. So people find some kind of power within them. So that is where ഈ full circle ആവുന്നത് വരെ opportunity എടുക്കുകയാണ്. Because I am certain now, center will again come out with something like NJSC, and this time the people will support it. I think people will not go with the judiciary, because judiciary is slowly becoming bigger than what they actually are. So that is something, it's a warning. It's a warning to the judiciary. എന്താന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു എക്സാമ്പിൾ ആയിട്ട് തരാം. ഇതുവരെ ഒരു ബാർ അസോസിയേഷനും did not go against the judiciary. But after the Yashwant Verma incident, all the bar associations have come together to criticize the judiciary. It's a warning bell. The bar association is the eye and ears of the judiciary. You don't hear the lawyers, you are doomed, because we are your connect with the people. And that is exactly where the judiciary has to see what it is doing. അതുകൊണ്ട് ഇത് ജുഡീഷ്യറിനെ തൊട്ടാൽ കൊള്ളും എന്നൊന്നുമല്ല. They are placing themselves to, I would say that this is the lull before the storm. I am expecting something very strong against the judiciary which the center will do. യശോഷയുടെ ഒരു കാര്യം കൂടി, അതായത് ഈ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ബ്ലാക്ക് ഷീപ്സിനെ കണ്ടെത്തിയിട്ടും എന്തുകൊണ്ട് നടപടി എടുക്കേണ്ടവ? താങ്കൾക്ക് തന്നെ വ്യക്തിപരമായിട്ടുള്ള ചില അനുഭവങ്ങളും ഉണ്ടല്ലോ അല്ലേ? കൃത്യമായി പിൻ പോയിന്റ് ചെയ്തിട്ട് പോലും ആ ജഡ്ജിക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ല. അവർ സർവീസിലില്ല താങ്കളുടെ കേസിൽ. പക്ഷേ that is exactly the whole thing. That is exactly the whole thing. ഇവിടെ what is actually happening is people are now turning against the judiciary. The tide is turning. Because ഞാൻ ആദ്യം മുതലേ പറയുന്ന ഒരൊറ്റൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ it is the faith of the people. Faith of the people ജുഡീഷ്യറിയിൽ ഇല്ലെങ്കിൽ ജുഡീഷ്യറി ശൂന്യമാണ്. Judiciary is existing because of the faith of the people. But that faith of people is getting shaken now. And is getting badly shaken because of the acts of the judiciary in such manner. എന്തെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ഞാനൊരു കാര്യം പറയട്ടെ. There are only two options against this particular judge. Either you put up a criminal case saying that there is something against him, or the second thing, there is nothing against him. But if there is nothing against him, then the next question arises, who did that money belong to? You need an investigation. That investigation is very delayed. So without any doubt, one thing is there, that the judiciary exposed itself saying that they are immune from everything. ഞാനൊരു കാര്യം പറയാം. Constitutional provisions വെച്ചിട്ട് only the governor and the president is having immunity from prosecution, not judges of the constitutional court. But how did they interpret? Judiciary interpreted that before registering a complaint against a judicial officer, you need to get the permission from the Chief Justice as regards the Supreme Court and the High Court. And as regards the other courts, still you need the permission from the Chief Justice of that state. So, interpretation power vechite, what judiciary has done itself is, it has become immune from almost anything and everything. Whereas the entire state, executive, legislature, everybody are exposed to the power of the judiciary. Judiciary ke oru parliament pass cheyna niyamam judicial review vechite it can declare it unconstitutional. But the parliament doesn't have a right to haul up a judge, though it is stated oru judges inquiry act vechite avarku impeach cheyan power okke undu. Pakshe impeach cheyna munne there are certain steps to be taken. Those steps are also within the control of the judiciary. Therefore, I have no doubt, I am not saying that 142, Article 142 is acting as a nuclear bomb, but I can very well say one thing, that the judiciary is now acting as superhuman, and that the judiciary will have to really introspect
and see whether they are putting on a conduct which can make them superhuman. ഓക്കെ, അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ ഇപ്പോൾ കേൾക്കാമോ? കേൾക്കാം. പ്ലീസ്. ഞാൻ പറയാം. ഇത് ആരും കൈപൊള്ളുമെന്ന് പേടിച്ചിട്ടല്ല, മര്യാദ പാലിക്കുകയാണ്. അടിയന്തരാവസ്ഥ കാലത്തൊഴികെ എക്സിക്യൂട്ടീവും പാർലമെന്റും മര്യാദ പാലിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ് മര്യാദ ലംഘിച്ചത്. പിന്നെ ഇവിടെ ഇപ്പോൾ പറഞ്ഞു വഖഫ് നിയമ ഭേദഗതി 1995 നിയമത്തിനെതിരെ കൊടുത്ത ഹർജികൾ ഇന്ന് വരെ പരിഗണിച്ചിട്ടില്ല. എന്നാൽ 2025 ഭേദഗതിക്കെതിരെയുള്ള ഹർജികൾ 10 ദിവസത്തിനുള്ളിൽ പരിഗണിച്ചു. ശരി, അതിൽ മാലിഫൈഡ് ഇൻറ്റൻഷൻ അട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, ദുരുദ്ദേശമൊന്നും പറയുന്നില്ല. പക്ഷേ ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്. എത്ര വർഷം? ഹൗ മെനി ഇയേഴ്സ്? 30 years, 30 വർഷം. 1995 പാസ്സാക്കിയ വഖഫ് ഭേദഗതി, അതിനെതിരെ കൊടുത്ത ഹർജികൾ, സ്ഥലം നഷ്ടപ്പെട്ടവർ, സെക്ഷൻ 40 എന്ന എന്താ പറയുക, ഇന്ത്യയിലെ നിയമസംഹിതയിൽ 4 അയലത്ത് പോലും കൊണ്ടുവരാൻ പാടില്ലാത്ത ഒരു വകുപ്പ്. ആ വകുപ്പ് വെച്ചിട്ട് ഭൂമി തട്ടിയെടുക്കുന്നു. ഭൂമി നഷ്ടപ്പെട്ടവർ കണ്ണീരുമായി കോടതി മുമ്പാകെ വരുന്നു. ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ അടയിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? ഹൗ മെനി ഇയേഴ്സ്? അതിൻ്റെ അപ്പം പറയുകയാണ് ഇത് ജസ്റ്റിസ് ഡിനൈഡ് ആണെന്ന് പറയുമ്പോൾ മാലിഫൈഡ്നെസ് അട്രിബ്യൂട്ട് ചെയ്യുന്നല്ല. യു ഹാവ് കമ്മിറ്റഡ് എ റോങ്. ജുഡീഷ്യറി ഹാസ് കമ്മിറ്റഡ് എ റോങ്. അത് അംഗീകരിക്കണം. ഇല്ലെങ്കിൽ എന്താ അറിയോ, നാട്ടുകാർ റോട്ടിൽ മൈക്ക് കെട്ടി പറയും. യെസ്, അഡ്വക്കേറ്റ് സേനാപതി വേണു, ഇപ്പം നമ്മൾ നേരത്തെ ലക്ഷ്മണരേഖയുടെ കാര്യം പറഞ്ഞു. ആരാണ് ലക്ഷ്മണരേഖ വരയ്ക്കേണ്ടത്? പരസ്പര ബഹുമാനത്തോടുകൂടി എല്ലാവരും പ്രവർത്തിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ ജനാധിപത്യം അത് സുഗമമായിട്ട് അത് മുന്നോട്ട് പോകൂ, ആ പ്രക്രിയ സുഗമമാകൂ എന്നൊക്കെ നമുക്കറിയാം. ഇവിടെ ആരാണ് ലക്ഷ്മണരേഖ വരയ്ക്കേണ്ടത്? എന്തായാലും ഇപ്പോഴൊരു ഒരു യുദ്ധം നടക്കുകയാണ്, ഒരു പോര് നടക്കുകയാണ്. അതിനെങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും? ഈ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അതൊരിക്കലും ഒരു ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമോ ശുഭകരമോ അല്ല എന്നുള്ളതാണ്. കാരണം ഇത് രണ്ടും പാരലായിട്ട് പോകുന്നതാണ്. ഒരിക്കലും കൂട്ടിമുട്ടേണ്ടതുമല്ല, പെടേണ്ടതുമല്ല. അപ്പോ ഓരോന്നിനും വളരെ കൃത്യമായി, അതുകൊണ്ടാണല്ലോ നമ്മുടെ ഭരണഘടന ഇത് എഴുതിയപ്പോൾ ഇത്രയും ദീർഘമായി പോയി എന്നൊക്കെ നമ്മൾ നെപ്പോളിയന്റെ ഉപദേഷ്ടാവിനോട് പറഞ്ഞു, നമുക്കൊരു ഭരണഘടന എഴുതി ഉണ്ടാക്കണം, വളരെ ചെറുതായിരിക്കണം പെട്ടെന്ന്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഉപദേഷ്ടകൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, അതൊരിക്കലും ചെറുതാകരുത്, ഭരണഘടന ദീർഘമായിരിക്കണം, അത് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് അതിനെ വിവക്ഷിക്കാൻ പര്യാപ്തമായ ഒന്നായിരിക്കണം. അത് ഇന്ത്യൻ ഭരണഘടനയുടെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ടാണല്ലോ ഈ ഇത്രയും ആർട്ടിക്കിളുകളും എന്താ പറഞ്ഞ ഇത്രയും ഭാഗങ്ങളും വിഭാഗങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ഓരോന്നിനും വളരെ കൃത്യമായ നിർവചനങ്ങൾ ഇന്നോളം കൊടുത്തിട്ടുണ്ട്. ആ നിർവചനങ്ങളുടെ ഒക്കെ വ്യാഖ്യാനം ഇപ്പൊ നമുക്ക് വളരെ സങ്കീർണമായിരുന്ന ബാബറി മസ്ജിദ് പ്രശ്നമൊക്കെ ഇപ്പൊ അതിന്റെ ന്യായാന്യായങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതെല്ലാം പരിഹരിക്കപ്പെട്ടത് ഈ ഭരണഘടനയും ഈ നിയമവ്യവസ്ഥയുമാണ്. അതുകൊണ്ട് ഇവിടെ ഉപരാഷ്ട്രപതിയെ പോലൊരാള് ഒരു കോളേജിൽ ഇപ്പോൾ ഒരു സംവാദത്തിന്റെ ഇടയ്ക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് എന്റെ ഒരു അഭിപ്രായം ഇതാണ്, ഇതല്ലെങ്കിൽ ഒരു മീറ്റിംഗിൽ അദ്ദേഹം നടത്തുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചൂണ്ടിക്കാണിക്കാം. ഇതല്ല, ഇതൊരു ജുഡീഷ്യൽ സംവിധാനത്തിനെതിരെ, സുപ്രീം കോടതിക്കെതിരെ അദ്ദേഹം ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് അത് ഈ നാട്ടിലെ പൊതുസമൂഹത്തിന് ഈ സംവിധാനത്തിലുള്ള വിശ്വാസം തന്നെ ഇല്ലാതാക്കാൻ. അദ്ദേഹത്തിന് അധികാരമുണ്ട്. ഞാൻ പറഞ്ഞത് ഇവിടെ അസഫ് അലി സാർ പറഞ്ഞ ഒരു കാര്യം ശരിയാണല്ലോ. നിങ്ങൾക്ക് കോടതി ഉത്തരവുകളിലെ എന്താ പറഞ്ഞ ശരി തെറ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് ക്രിട്ടിസൈസ് ചെയ്യാം, പക്ഷെ അത് ഇന്ന ജഡ്ജി നടത്തിയത് കൊണ്ട് അത് തെറ്റായി പോയി എന്നതുപോലെ തന്നെ ഇവിടെ രാഷ്ട്രപതി കഴിഞ്ഞാൽ ഉപരാഷ്ട്രപതി നമ്മുടെ രാജ്യത്തെ ഭരണഘടന പ്രകാരം സേനാപതി വേണു ഇപ്പൊ പുഴുക്കുത്തുകളായിട്ട് തന്നെ തുറന്നു കാട്ടേണ്ടേ? ഒരു സിസ്റ്റം ഉണ്ട്, സിസ്റ്റത്തിന്റെ പോരായ്മകൾ ഉണ്ടായിരിക്കാം അല്ലെ? ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. അതാണല്ലോ ആർട്ടിക്കിൾ 200 നിന്നാണല്ലോ ഇതിന്റെ എല്ലാം തുടക്കം. ഒരു അസംബ്ലി പാസ്സാക്കുന്ന ഒരു നിയമം
അത് ഒപ്പിടാതെ 4-5 കൊല്ലം, കാരണം ഒരു ഗവൺമെന്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷക്കാലമാണല്ലോ, 4.25 വർഷക്കാലം അത് പിടിച്ചു വെക്കുന്ന ആ നടപടി, മെറിറ്റ് കൂടി പരിശോധിക്കണം കേട്ടോ. ആ നടപടി എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന വെറും പൊളിറ്റിക്കൽ വെൻഡറ്റയുടെ പേരിൽ മാത്രമാണോ പിടിച്ചു വെക്കുന്നത് അല്ലെങ്കിൽ തടഞ്ഞു വെക്കുന്നത്? അതുകൂടെ നോക്കേണ്ടതല്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ആ നിയമം വഴി ഏതെങ്കിലും രീതിയിലുള്ള സമാശ്വാസം കിട്ടേണ്ട ജനവിഭാഗങ്ങൾ, ആളുകൾക്ക് വേണ്ടിയാണല്ലോ ഈ നിയമങ്ങളെല്ലാം പാസ്സാക്കുന്നത്. ആ നിയമം നടപ്പിലാക്കി കഴിയുമ്പോൾ അതിന്റെ ബെനിഫിഷ്യറിയോ സ്റ്റേക്ക് ഹോൾഡേഴ്സോ ആകേണ്ട ആളുകൾ 4.5 കൊല്ലമായിട്ട് അവർ കാത്തിരിക്കുന്നു, 4.25 കൊല്ലമായിട്ട് അവർ കാത്തിരിക്കുന്നു. ആ കാത്തിരിപ്പിനൊരു വിരാമം ഇട്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഈ ടൈം ലിമിറ്റ്. നിങ്ങൾക്ക് ടൈം ലിമിറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യാം. 3 മാസം എന്നുള്ള ലിമിറ്റ്, അല്ലെങ്കിൽ ഗവർണറുടെ കാര്യത്തിൽ 30 ദിവസം എന്നുള്ള ലിമിറ്റ്, അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനർത്ഥം 142 എന്ന് പറയുന്ന പവർ അത് മിസൈലാണ്, എപ്പോ വേണമെങ്കിലും. അത് മിസൈലല്ല, അതൊരു സ്മോക്ക് ബോംബാണ്. ഞാൻ അങ്ങനെയാണ് ഒരു കാര്യം ചോദിച്ചോട്ടെ, അഡ്വക്കേറ്റ് സേനാപതി വേണു. തമിഴ്നാട്ടിൽ ഇപ്പൊ ഗവർണറുടെ അംഗീകാരമില്ലാതെ, ഗവർണറുടെ ഒപ്പില്ലാതെ ഇപ്പൊ 10ഓളം നിയമങ്ങൾ വന്നിരിക്കുന്നു. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല, ഞാൻ ചോദിച്ചാൽ അതിന് അവസരം ആരാ ഉണ്ടാക്കി കൊടുത്തത്? അതിനവസരം ആരാണ് ഉണ്ടാക്കി കൊടുത്തത്? അത് നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ. അതിനവസരം ഉണ്ടാക്കി കൊടുത്തതാരാ? ഗവർണറുടെ ദയാവായ്പിന് വേണ്ടി ഈ ബില്ലുകൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ കാത്തുകെട്ടി കിടക്കുന്നു വർഷങ്ങളായിട്ട്. അദ്ദേഹത്തിന് ഒന്നുകിൽ ഇത് തിരിച്ചയക്കാം, ഇതിന്റെ അകത്തെ അമെന്റ്മെന്റ്, അതല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് വിടാമല്ലോ, രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക്. ഇതൊന്നും കാണിക്കാതെ അദ്ദേഹം ഇത് തലേണയ്ക്കടിയിൽ ഭരണത്ത് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ പിന്നെ നമ്മുടെ രാജ്യത്തെ അവൈലബിൾ ആയിട്ടുള്ള സംവിധാനം അതാണല്ലോ തമിഴ്നാട് ഗവൺമെന്റ് യൂസ് ചെയ്ത്. അവർ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി ഈ കാര്യം പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതിക്ക് തോന്നിയത് ഇതിനകത്ത് ന്യായമല്ലാത്ത കാര്യമുണ്ടല്ലോ, അതുകൊണ്ടല്ലേ സുപ്രീം കോടതി ഒരു വിധി പാസാക്കിയത്. അപ്പോ ഞാൻ ചോദിക്കുന്നത്, ഒരു സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവൻ, എക്സിക്യൂട്ടീവ്, അതായത് അവിടുത്തെ മിനിസ്ട്രിക്കും ഉപദേശം കൊടുക്കേണ്ട ആളാണല്ലോ ഗവർണർ. എന്റെ ഗവൺമെന്റ് എന്നാണല്ലോ ഗവർണർ പറയുന്നത്. ആ എന്റെ ഗവൺമെന്റിന്റെ ഉടമയായ ഒരു ഗവർണർക്ക് മുമ്പിലെത്തിയ ബില്ലുകൾ ഇത്രയും കാലം അദ്ദേഹം ഒന്നുകിൽ അത് റിജക്ട് ചെയ്ത് പോട്ടെ, അതല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് വിടട്ടെ, ഇതൊന്നും ചെയ്യാതെ നിൽക്കുമ്പോ പിന്നെ ഒരു ജനാധിപത്യ രാജ്യത്തെ ഓപ്ഷൻ എന്താ? കോടതിയെ സമീപിക്കുക എന്നുള്ളതല്ലേ. കോടതിയെ സമീപിച്ചു, കോടതി അതിൻ്റെ അകത്തൊരു കാര്യവും പറഞ്ഞിരിക്കുന്നു. ആ പറഞ്ഞിരിക്കുന്ന കാര്യം അത് മിസൈലാണ് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് അവിടെ എല്ലായിടത്തും തെറ്റുപറ്റുന്നത്. അപ്പോ ആ ഓരോരുത്തരും അവരവർ ചെയ്യേണ്ട അധികാരവും അവർക്ക് കൊടുത്തിരിക്കുന്ന ഭരണഘടനാപരമായ ഉത്തരവാദിത്വവും അത് സമയബന്ധിതമായി ചെയ്താൽ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും വരുന്നില്ലോ. അത് സമയബന്ധിതമായി ചെയ്തില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ രീതിയിൽ ഇപ്പോൾ പുതിയ വിധികളും അതോടൊപ്പം തന്നെ ഉപരാഷ്ട്രപതിക്ക് ഇങ്ങനെ ഒരു കാര്യം പ്രസംഗിക്കേണ്ടി വന്നതും നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അപ്പോ ഒന്നാമത്തെ തെറ്റുകാരൻ അത് തമിഴ്നാടിന്റെ ഗവർണറാണ്. തെറ്റുകൾ അവിടെ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത് എന്നുള്ള ആ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ നിലനിൽക്കുന്നു. ശ്രീനമ്പിയാണ്. ഓക്കെ, അടുത്ത ശ്രീ പത്മനാഭൻ. അല്ല, ഒരു തെറ്റിനെ മറ്റൊരു തെറ്റ് കൊണ്ട് തിരുത്താൻ പറ്റില്ല. ഇവിടെ അസഫ് അലി സാർ പറഞ്ഞു ഒരാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന്. ഞാനും ഏതാണ്ടൊക്കെ അതിനോട് യോജിക്കുന്ന ആളാണ്. അതിന് വേണമെങ്കിൽ ഒരു തരംതിരിവ് വരുത്താം. അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിലാണ് നിയമം ഉണ്ടാക്കുന്നതെങ്കിൽ ഒരാഴ്ചയോ 2 ആഴ്ചയോ കൊടുക്കാം. അതല്ല യൂണിയൻ ലിസ്റ്റിൽ അല്ല മറ്റേ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിലാണ് നിയമം ഉണ്ടാക്കുന്നതെങ്കിൽ വേണമെങ്കിൽ 1 മാസം കൊടുക്കാം. കൺകറന്റ് എന്തുകൊണ്ടാണ്? സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു വിഷയത്തിൽ നിയമം ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം നോക്കിയാൽ മതി, ഭരണഘടന ലംഘിക്കുന്നുണ്ടോ എന്ന് മാത്രം ഗവർണർ നോക്കിയാൽ മതി. പക്ഷേ യൂണിയൻ ലിസ്റ്റ് അല്ല കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയത്തിൽ നിയമം ഉണ്ടാക്കുമ്പോൾ 2 കാര്യം നോക്കണം. ഭരണഘടന ലംഘിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. ഏതെങ്കിലും ആ വിഷയത്തിൽ, അതിപ്പോൾ വിദ്യാഭ്യാസമാണെങ്കിൽ അല്ലെ ആരോഗ്യമാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ വിഷയത്തിൽപ്പെട്ട കേന്ദ്ര നിയമം ലംഘിക്കുന്നുണ്ടോ എന്ന് കൂടി നോക്കണം. ആ വിഷയത്തിൽപ്പെട്ട ഏതെങ്കിലും കേന്ദ്ര നിയമം ഉണ്ടാവുമല്ലോ കൺകറന്റ് ലിസ്റ്റ് ആകുമ്പോൾ, അത് ലംഘിച്ചിട്ടുണ്ടോ, അതിന് വിരുദ്ധമാണോ എന്നും കൂടി നോക്കണം. അപ്പോൾ അതുകൊണ്ട് അവിടെ കുറച്ച് അധികം സമയം കൊടുക്കാം. അപ്പോൾ ഒരാഴ്ച മതി. സ്റ്റേറ്റ് ലിസ്റ്റ് ആണെങ്കിൽ 1 or 2 ആഴ്ച മതി. കൺകറന്റ് ലിസ്റ്റ് ആണെങ്കിൽ 3 or 4 ആഴ്ച അത്രയും മതി. പക്ഷെ ഇതാര് പറയും? ഇത് പറയാനുള്ള അധികാരം രാജ്യത്തിലെ പാർലമെന്റിനോ ഭരണഘടനാ ബെഞ്ചിനോ ഉള്ളൂ. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം. ഇത് ഒരു തെറ്റിനെ വേറൊരു തെറ്റുകൊണ്ട് തിരുത്താൻ പറ്റില്ല. ഒരു തെറ്റിനെ ശരി കൊണ്ടേ തിരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ തെറ്റ് ഗവർണറടുത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ ശരി കൊണ്ട് തിരുത്തണം.
അതിനാണ് ഒന്നുകിൽ നിയമനിർമ്മാണം വേണമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ഇതൊരു ഭരണഘടനാ ബെഞ്ച് ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് വിടാം. ഇവിടെ അത് നടന്നിട്ടില്ല. ഇനി മൂന്നാമത്തെ കാര്യം, ഇവിടെ ഒരു ജഡ്ജിന്റെ വീട്ടിൽ നിന്ന് പൈസ പിടിച്ച കാര്യം ഞാൻ ചോദിക്കട്ടെ, ഡൽഹിയിലെ ചീഫ് സെക്രട്ടറിയുടെ വീട്ടിൽ നിന്നാണ് ഈ പൈസ പിടിച്ചതെങ്കിലോ, അല്ലെ ഡൽഹിയിലെ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുടെ വീട്ടിൽ നിന്നാണ് ഈ പൈസ പിടിച്ചതെങ്കിലോ, ഡൽഹിയിലെ ചീഫ് സെക്രട്ടറിയുടെയോ ആരോഗ്യ വകുപ്പ് സെക്രട്ടറിയുടെയോ അല്ലെ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയുടെയോ വീടിന് തീപിടിച്ചിട്ട് ഫയർഫോഴ്സ് വന്നപ്പോഴാണ് 15 കോടി റുപ്യ കിട്ടിയതെങ്കിലോ സസ്പെൻഷൻ വരില്ലേ? സസ്പെൻഷൻ വരില്ലേ? എന്തേ സസ്പെൻഡ് ചെയ്തില്ല? നിങ്ങൾ ഗവൺമെന്റ് എന്തേ കേസെടുത്തില്ല, അല്ലെങ്കിൽ വിജിലൻസ് എന്തേ, ഇതൊന്നൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ സസ്പെൻഡ് ചെയ്തില്ല. എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്തില്ല? 15 കോടി രൂപയുടെ കറൻസി നോട്ട് അല്ലെങ്കിൽ കോടാനുകോടി രൂപയുടെ കറൻസി നോട്ട് ഒരു ജഡ്ജിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തി എന്ന് പറഞ്ഞാൽ സസ്പെൻഡ് ചെയ്യണ്ടേ? അപ്പോൾ ആ ഒരു മര്യാദ അവരെ ഉണ്ടായോ? പ്രാഥമിക മര്യാദയാണ് സസ്പെൻഷൻ വേണ്ടി. അതിനെന്ത് പകരം എന്താ ചെയ്തത്? അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അലഹബാദ് ഹൈക്കോടതിയുടെ വിധികളെ വിമർശിച്ചുകൊണ്ട് സുപ്രീം കോടതി ഇന്നാൾ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. അലഹബാദ് ഹൈക്കോടതിയിൽ നിന്നും വിചിത്രമായ വിധികൾ വരുന്നു. ഇതിപ്പോ ഇങ്ങനത്തെ ആ കോടതിയിലേക്ക് ഇങ്ങനത്തെ ജഡ്ജിമാരെ ട്രാൻസ്ഫർ ചെയ്താൽ പിന്നെ അവിടുന്ന് എന്താ വരിക? അപ്പോ അത് സസ്പെൻഷൻ അല്ലേ വേണ്ടത്? ഡൽഹിയിലെ ചീഫ് സെക്രട്ടറി ആണെങ്കിൽ സസ്പെൻഷനാണ്. ഡൽഹിയിലെ ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്ക് സംഭവിച്ചെങ്കിൽ, അല്ലെങ്കിൽ ഡൽഹിയിലെ DGPയുടെ വീട്ടിൽ നിന്ന് തീപിടിച്ചു, ഡൽഹിയിലെ പോലീസ് മേധാവിയുടെ വീട്ടിൽ തീപിടിക്കുന്നു, ഫയർഫോഴ്സ് വരുന്നു, 10 കോടി റുപ്യ കിട്ടുന്നു, അല്ലെ 15 കോടി റുപ്യ കിട്ടുന്നു, സസ്പെൻഷനാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. അപ്പൊ ഇവിടെയൊക്കെ വീഴ്ചയുണ്ട്. അപ്പോൾ ഒരു തെറ്റിനെ വേറൊരു തെറ്റുകൊണ്ട് തിരുത്താൻ പറ്റില്ല, തെറ്റിനെ ശരി കൊണ്ട് തിരുത്തണം. തെറ്റിനെ തെറ്റുകൊണ്ട് തിരുത്താൻ പോയാൽ അപ്പോഴാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വരിക. പിന്നെ വിമർശനത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ മോശമായിരിക്കും, ചിലപ്പോൾ ആവുമല്ലോ, അതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനത്തെ വിമർശനങ്ങൾക്ക് വഴി കൊടുക്കണ്ട. ഇന്ത്യൻ പാർലമെന്റും ഇന്ത്യൻ എക്സിക്യൂട്ടീവും അടിയന്തരാവസ്ഥ കാലം ഒഴികെ ബാക്കി എല്ലാ വർഷവും മര്യാദ പാലിച്ചവരാണ്. ജസ്റ്റിസ് രാമസ്വാമിയുടെ കേസിൽ ഇംപീച്ച്മെന്റ് പ്രൊസീഡിങ്സ് സുപ്രീം കോടതി പാർലമെന്റിൽ പരാജയപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ്? അന്ന് മനസാക്ഷി വോട്ടിന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കാൻ ഒരുപക്ഷെ MP-മാർ തീരുമാനിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ള തെറ്റുകൾ പോട്ടെ, നമുക്ക് ക്ഷമിച്ചേക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. എത്ര ഉയർന്ന ചിന്തയാണ് അന്നത്തെ പാർലമെന്റ് അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്? എത്ര ഉയർന്ന ചിന്തയാണ്! അപ്പോൾ അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം. അവിടെയൊക്കെ മര്യാദ ഉണ്ടായിട്ടുണ്ട്. ഒരു കാലത്തൊഴികെ ബാക്കി എല്ലാ കാലത്തും എക്സിക്യൂട്ടീവും പാർലമെന്റും മര്യാദ പാലിച്ചിട്ടുണ്ട്. ഇവിടെ ആ മര്യാദ പാലിക്കാതെ വരുമ്പോഴാണ് വിമർശനങ്ങൾ വരുന്നത്. അപ്പോൾ വിമർശനങ്ങളെ വിമർശിക്കാൻ പോയിട്ട് കാര്യമല്ല, വിമർശനങ്ങളുടെ കാരണമായ അതിൻ്റെ പിന്നിലെ കാരണങ്ങളെ കണ്ടെത്തി തിരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇവിടെ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യും, ഈ തമിഴ്നാട് ഗവർണർ തന്നെ ഫയൽ ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കപ്പെടും. കൂടുതൽ വിവാദങ്ങളില്ലാതെ പരിഹരിക്കപ്പെടട്ടെ. പണ്ട് ഓർമ്മയുണ്ടല്ലോ 4 ജഡ്ജിമാർ പത്രസമ്മേളനം നടത്തിയത്, അല്ലേ? ദീപക് മിശ്രയ്ക്കെതിരെ 4 ജഡ്ജിമാർ പത്രസമ്മേളനം നടത്തി, രഞ്ജൻ ഗൊഗോയ്. അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി എന്താ പറഞ്ഞത്? ഇന്ത്യൻ ജുഡീഷ്യറിക്ക് ഉള്ളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പക്വത, ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പക്വത ഇന്ത്യൻ ജുഡീഷ്യറിക്കുണ്ട്. ആരും ഇടപെടണ്ട എന്നാ പറഞ്ഞത്. അന്ന് ഇവിടെ കുറെ രാഷ്ട്രീയക്കാർ ചാടിക്കേറി അഭിപ്രായം പറഞ്ഞു. നരേന്ദ്രമോദി എന്താ പറഞ്ഞത്? നിങ്ങൾ ആരും ഇടപെടണ്ട, അവരെ ഉള്ളിലത്തെ പ്രശ്നം അവർ പരിഹരിക്കും, അതിനുള്ള പക്വത അവർക്കുണ്ട് എന്ന്. അപ്പോൾ അത്ര എന്താ പറയുക ഉന്നതമായ നിലയിലാണ് പ്രധാനമന്ത്രി ജുഡീഷ്യറിയെ കണ്ടത്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ അവർ തന്നെ പരിഹരിക്കട്ടെ, വേറെ പുറത്തുനിന്നുള്ള വിമർശനങ്ങൾക്ക് അവസരം കൊടുക്കണ്ട എന്നാണ് പറയാനുള്ളത്. ഓക്കെ, നിയമനീതിന്യായ വ്യവസ്ഥ ഉയർത്തിപ്പിടിക്കേണ്ട ന്യായാധിപന്മാർ രാജ്യത്തെ നിയമങ്ങൾക്ക് അതീതരാണ് അവർ എന്ന ബോധ്യത്തിൽ വ്യാപരിക്കുന്നു. മാത്രമല്ല, ഭരണഘടനാ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവരെ ചോദ്യം ചെയ്യാനും അവരുടെ അധികാരങ്ങളെ നിയന്ത്രിക്കാനും മുതിരുന്നു. നിയമങ്ങളൊന്നും ബാധകമല്ലാത്ത ഒരു വിഭാഗമാണെന്ന് ന്യായാധിപന്മാർ അഹങ്കരിക്കുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ഈ ഉപരാഷ്ട്രപതി ആശങ്കപ്പെടുന്നതിൽ കഴമ്പുണ്ടെന്ന് പറയേണ്ടി വരും. വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഇക്കാര്യത്തിൽ ഈ സംവാദത്തിൽ ഉയർന്നു വന്നത്. എന്തായാലും പ്രശ്നം ഉടൻ തന്നെ പരിഹരിക്കപ്പെടും, ഈ പോര് അവസാനിക്കും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.